ഗൈസ്, ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇനിയും വരണം എന്നൊരിക്കലും ആഗ്രഹിച്ചതല്ല. എല്ലാവരും മുമ്പിൽ നമ്മൾ രണ്ടുപേരും ഭയങ്കര തെറ്റുകാരാ, ഫേക്കാണ്. മൃദുലേ പ്രവീൺ ഫേക്കാണ്, അതങ്ങനെ ഇരിക്കട്ടെ. പിന്നെ അതുപോലെ തന്നെ ഒരു അമ്മയും അച്ഛനുമാണ് അപ്പുറത്ത് നിന്ന് കരയുന്നത്. അപ്പം കരയുമ്പോൾ രണ്ടുപേര് കരയുമ്പോൾ അല്ലെങ്കിൽ കൊച്ചും കരയുമ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും അവരുടെ ഭാഗത്ത് നിൽക്കും. അപ്പം അതിൽ പിന്നീട് ശരി തെറ്റ് എന്നൊന്നും ആരും നോക്കത്തില്ല. ഞാൻ അമ്മയെ അച്ഛനെ കരയിച്ചു, അതുകൊണ്ട് ഞാൻ തെറ്റുകാരനായെന്നില്ല. എൻ്റെ ഭാഗം നിങ്ങൾ കേൾക്കണം, എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം. അത്രയും ഇതായിട്ടുള്ളൊരു ചാനൽ ഇനി ഇങ്ങനെയൊക്കെ ആയി എന്നുള്ള കാര്യത്തിൽ വളരെ സങ്കടമുണ്ട്. ഒരിക്കലും ഇങ്ങനെ നാവെന്ന് പ്രതീക്ഷയല്ല കേട്ടോ. മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ കൊച്ചുവിൻ്റെ സൈഡിൽ നിന്ന് വന്ന ഒരു റിയാക്ഷനാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ മാറ്ററോട് വിട്ടേ, എനിക്കിത് കൊണ്ട് തുറന്നുകൊണ്ട് പോയ താല്പര്യമില്ല. ഞാൻ അതെന്തറിയാം, ആ വീഡിയോയിൽ ഞാൻ അവരാരും കുറ്റപ്പെടുത്തിയിട്ടില്ല. എനിക്ക് അഡ്രസ്സിൽ നിന്നുള്ള കാര്യം പറയുന്നു, അത് സത്യമാണ്. അതിലിപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുന്നു. ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഏത് അഡ്രസ്സ് വെക്കും എന്ന് എന്നോട് ചോദിച്ച് കരഞ്ഞ ടൈമിൽ ഞാൻ പറഞ്ഞു, ഏട്ടന്റെ അഡ്രസ്സ് വേ, അല്ലാതെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ആ ഒരു അവസ്ഥ നിങ്ങളോട് പറഞ്ഞതാണ്, അല്ലാതെ കുഞ്ഞിന്റെ അഡ്രസ്സ് അത് തന്നെയാണ് വെച്ചത്. കാരണം ഞാൻ പറയിച്ചു, കാരണം നമുക്ക് ഒരു അഡ്രസ് ഇല്ല, അതെന്നെ വെപ്പിച്ചതാണ്. ഇങ്ങനെ ഒരു വീഡിയോ എന്നെ നേരെ വിടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കാരണം ഞാൻ വീഡിയോ ചെയ്തതിന് ശേഷവും എന്നെ കൊച്ചു 2 ദിവസം കഴിഞ്ഞതിന് ശേഷം എന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കൊച്ചു കരഞ്ഞുകൊണ്ടാണ് എന്നെ കോൾ ചെയ്തത്. കൊച്ചു എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാം റെഡി ആവാം, എല്ലാം ഓക്കെ ആവാം, പിന്നെ തെറ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് വളരെ രീതിയിൽ സംസാരിച്ചു. ഞാൻ വീട്ടിൽ പോയിരുന്നു, കാരണം എൻ്റെ കുഞ്ഞിൻ്റെ സാധനങ്ങൾ എടുക്കാൻ പോയിരുന്നു. എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇനി അവിടെ പോയേ പറ്റത്തുള്ളൂ, കാരണം എൻ്റെ എല്ലാ സാധനങ്ങളും സർട്ടിഫിക്കറ്റും ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും അവിടെയാണ്, മൃദുലയുടേതും അവിടെയാണ്. അങ്ങനെ പോയപ്പോൾ പോലും കൊച്ചു എന്നോട് സംസാരിച്ചായിരുന്നു, കാരണം ഇതൊക്കെ മാറും എന്നൊക്കെ ഞാനും പറഞ്ഞായിരുന്നു, അവരും പറഞ്ഞായിരുന്നു. എന്നിട്ടാണ് ഇന്ന് അവൻ ആ വീഡിയോ ഇട്ടെന്നുള്ളത് എന്നെ സത്യം പറഞ്ഞാൽ ഞാൻ വിളിച്ചു, നീ എന്നെ ചതിച്ചതാണോ, അല്ലെങ്കിൽ നീ എൻ്റെ അടുത്ത് നീ എന്താണ് നീ ഉദ്ദേശിച്ചത്, നീ അവൻ സ്നേഹത്തിൽ സംസാരിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എന്നെ വിശ്വസിച്ചു പോയി. ഞാനും വിചാരിച്ചതെല്ലാം മാറുമെന്ന്. അപ്പൊ അവർ അതിനു മുമ്പേ ആ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടാണ് അവൻ എൻ്റെ അടുത്ത് ആ സ്നേഹം കാണിച്ചതെന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് അവനോട് സഹിക്കാൻ പറ്റാത്തത്. അതാണ് കഴിച്ച് എനിക്ക് പെയിൻ ആയത്. ഞാൻ അപ്പോഴും വീഡിയോ ഇട്ടേണ്ടല്ല, ഞാൻ ആദ്യം പറഞ്ഞു, എടി അവൻ ഇന്നലെ എന്നെ വിളിച്ചതായി. കൊച്ചുവിന്റെ വീഡിയോ ആദ്യം കാണാം. അവന് ഇവിടെ വന്ന് താമസിക്കാം, ഇവിടുന്ന് ആരും നീ ഇറങ്ങി പോടേ എന്ന് ഇവിടെ നിന്ന് ആരും പറയത്തില്ല. ഒരിക്കലും അവര് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പറയത്തില്ല ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അവന്മാർക്ക് രണ്ടുപേർക്കും ഉള്ളതാ ഇത്. താമസിക്കൊണ്ട് യാതൊരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇതില്. ഓക്കെ, എൻ്റെ അഡ്രസ്സും എൻ്റെ വീടും അതാണ്. അവരിപ്പോഴും പറയുന്നത് എന്നെ ആ വീട്ടില് നിന്റെ വീട് ഇതാണ്, ഇത് ഇത്രയും വീട് വലിയ വീട് ആർക്ക് വേണ്ടിയിട്ടാണ് കെട്ടിയിട്ടത്, ഇത് നീനും കൂടി ഒന്ന് താമസിക്കാനല്ലേ, നീ വരാൻ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയതാ. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് എന്തോ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഇനി ഇത് നിങ്ങൾ കേൾക്കുക, എൻ്റെ അച്ഛൻ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞ ആ ഒരു ക്ലിപ്പ് നിങ്ങൾ കേൾക്കുക. കേട്ടിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ, എന്നെ കിടങ്ങാക്കൂല, പോറങ്ങിയാണ് നമുക്ക്. ഇത് മുറിവുണ്ടാക്കിട്ട് കിടക്കുന്നുണ്ട്, പറഞ്ഞു നടന്നുകൊണ്ട് പോയിട്ട് മറിച്ച് നടക്കുന്നത് ഇങ്ങനെയും നോക്കൂല. ഞാനാ പറയാം, ഞാൻ സത്യം കിടക്കാക്കൂല, അളകാമൊന്നുമില്ല, നീ കിടക്കൂല. ഞാനാ പറഞ്ഞേ, അന്നെടുത്ത് കാല് കുത്തി അങ്ങ് കൊടുക്കും. മലയാളം പഠിച്ചവിടെ എന്റെ കുടുംബം എന്റെ കുടുംബം ഇല്ലാതായി. ഞാൻ പറയുന്നു, എവിടെ റൂം, ഇവിടെ റൂം, ഇവിടെ ആർക്കും ഉണ്ടാക്കിയിട്ടില്ല റൂം. ആ ഇല്ല, ഇവിടെ പറ്റൂല, അല്ലെങ്കിൽ ഞാൻ പറയും പോകുന്നു. ആ ഇവിടെ പറ്റൂല, ഇവിടെ കേൾക്കാക്കൂല. അല്ലെങ്കിൽ എനിക്ക് പറയാൻ, എനിക്ക് പറയാനുള്ള കാര്യം പറയും. നീ ഇവിടെ വീഡിയോ എടുക്കേണ്ട കോപ്പറ് നേരത്തെ പറയുന്നത് എത്ര ഭാഗത്തെ വായ്പയിരിക്കുന്നുണ്ട്. ഓ ഇവിടെ വന്നിരിക്കുന്നു, നിന്നെ വീഡിയോ എടുത്ത കോപ്പറിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ആ മാറ്റി വെച്ചിട്ട് ഫോൺ ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. ഇവിടെ കുത്തിരിക്കുന്നത് ഞങ്ങളൊന്നും പഠിച്ചില്ല. മുരുകൻ കൊണ്ടുവന്ന് എനിക്കുള്ള കൊണ്ടുവന്നില്ല, എവിടെയും കൊണ്ടുപോയിട്ടില്ല, അവിടെയും കൊണ്ടിട്ടില്ല. ഇതില് ഏട്ടനെ മാത്രമല്ല ഇറങ്ങിപ്പോൻ പറയുന്നത്, എന്നെയും കൂടെയാണ് ഇറങ്ങിപ്പോൻ പറയുന്നത്. എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, നാണമില്ലേ ഇവിടെ ഇരിക്കാണ്, ഇറങ്ങി പൊക്കൂടെ? ഞാൻ കല്യാണം കഴിച്ച് കയറുമെന്നൊരു വീടാ, നമ്മുടെ സ്വന്തം വീട് നമ്മുടെ വീടല്ല, അറിയാം. ഏതൊരു പെണ്ണിനും നമ്മളെ ജീവിച്ച വീട് നമ്മുടെ സ്വന്തം വീടാന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നമ്മൾ ചെന്ന് കയറുന്ന വീടാണ് നമ്മുടെ സ്വന്തം വീടായിക്കൊണ്ട് ജീവിക്കേണ്ടത് ഇനി മരണം വരെ. അങ്ങനൊരു എനിക്ക് വിളക്ക് തന്നെ കയറ്റിയ ആ വീട്ടില് എന്നോട് പറയാണ്, നാണമില്ല ഇവിടെ ഇരിക്കാൻ, നിന്റെ ഞങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല, ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല, ഇത് മുരുകൻ ഉണ്ടാക്കിയിട്ട വീടല്ല, ഞാൻ ഉണ്ടാക്കിയിട്ട വീടാ, നാണമില്ല ഇവിടെ ഇരിക്കാൻ, ഇവിടുന്ന് ഇറങ്ങിപ്പോവും. അച്ഛൻ മാത്രമല്ല ഇറങ്ങിപ്പോകാൻ പറഞ്ഞത്, അമ്മയും പറയുന്നുണ്ട്. അതിന്റെ വോയിസ് ക്ലിപ്പ് കേൾപ്പിച്ചാലോ? ഞാൻ പിന്നെ എന്തിനു വിളിക്കണം അവളാ? അവളാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. നിന്റെ പെണ്ണുമ്പള നല്ല പുള്ളിയൊന്നും അല്ല, അവളെ അടിച്ചെന്നാ അവൻ ചീത്ത വിളിച്ചാണുമായിരിക്കും.
അവളെ അടിച്ചെന്ന് ആരടിച്ച്? വേറെ വല്ലവരും ആയിരുന്നെങ്കിലും അവൾക്ക് അടിയും കൊടുത്ത് പറഞ്ഞു വിടണമായിരുന്നു. ആ മാതിരിയുള്ള തോന്നിയ അവളോട് കയറി. ഇനി മേല അവള് ഈ വീട്ടിന്റെ അകത്ത് കയറാൻ പറ്റില്ല. നീയും കയറണ്ട. നീ എവിടെയാന്ന് വെച്ചോ താമസിച്ചോ. ഇനി മേല നിനക്ക് ചടയമംഗലത്ത് ഇവിടെ നിന്റെ അമ്മയോ നിനക്ക് അച്ഛനോ നിനക്ക് അനിയനോ ഇല്ല. നിനക്ക് കൂടപ്പറപ്പും ഇല്ല, ആരുമില്ല. അപ്പൊ എനിക്ക് വീടുണ്ടില്ലേ മുതലേ? അവരാണ് പറയുന്നത് നിനക്ക് അഡ്രസ്സും ഉണ്ട്, നിനക്ക് വീടുമുണ്ട്. വീടുണ്ട്, എനിക്ക് അഡ്രസ്സും വീടും എല്ലാം ഉണ്ട്. ഞാൻ അവരെന്നെ ഇറക്കി വിട്ടിട്ടില്ല. ഞാൻ അവിടെ ഇഷ്ടപ്രകാരം ഞാൻ അവിടെ ഇറക്കിപ്പോയാണ്. അവർ പറയുന്ന ഒരു വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമാണ്, ബർത്ത്ഡേയിൽ നമ്മൾ അവരെ ബ്ലോഗിൽ വീഡിയോ എടുത്തില്ല, ബർത്ത്ഡേക്ക് വന്ന് പുറത്ത് നിൽക്കുന്നു എന്നുള്ളത്. ആൾറെഡി നമ്മൾ കേക്ക് കട്ട് ചെയ്തതിന് ശേഷമാണ് അവർ വന്നത്. അത് ഒന്നാമത്തെ കാര്യം. പിന്നീട് എന്തുകൊണ്ട് വീഡിയോ എടുത്തില്ല എന്നുള്ള കാര്യം ഞാൻ ഇപ്പം പറഞ്ഞുതരാം. അതിൻ്റെ ഒരു വോയിസ് ഞാൻ കേൾപ്പിച്ചുതരാം. ഇനി മേല ഞങ്ങൾക്കുള്ള വീഡിയോ നിന്റെ ചാനലിൽ ഇടരുത്. നീ എവിടെയാന്ന് വെച്ചോ നിന്നോ. നീ ഞങ്ങളെ ഇനി വിറ്റ് നീ പൈസ ഉണ്ടാക്കരുത്. ഇനി ഞങ്ങൾക്കുള്ള വീഡിയോ നീ ഇടരുത്, നിന്റെ ചാനലിൽ ഇടരുത്. ഇഷ്ടമുള്ള കാര്യമല്ല. ഓക്കെ, അപ്പം അവർ തന്നെയാണ് പറഞ്ഞത് അവരുടെ വീഡിയോ ഈ ഒരു ചാനലിൽ ഇടരുത് എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ എങ്ങനെയാണ് അവരുടെ വീഡിയോ എടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇനി നമ്മളെ വീഡിയോ ഇനി ഇടരുത്. കാറിൽ കയറിയിരുന്ന് എങ്ങോട്ട് പോണം അറിയാത്തൊരവസ്ഥ. പ്രത്യേകിച്ച് ഞാൻ ഇച്ചിരി ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഡ്യൂ ഡേറ്റ് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിൽ എന്നെ കൊണ്ടായിട്ട് എവിടെ പോകും എന്നുള്ളൊരു നമ്മൾ കാറിൽ എത്ര നേരം ഇരുന്നു എന്നറിയും. നമ്മൾ ആ എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടതിന്റെ അടിയിൽ അവർക്കൊരു നെഗറ്റീവ് കമന്റ് നമ്മൾ കണ്ടില്ല. എല്ലാരും ഒന്നിക്കട്ടെ എന്ന് മാത്രമേ കണ്ടുള്ളൂ. കാരണം നമ്മൾ അവരെ കുറിച്ച് ഒരു കുറ്റവും നമ്മൾ പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് അവരിങ്ങനെ ഒരു വീഡിയോ റിയാക്ട് ചെയ്ത് ഇട്ടേന്ന് അറിയത്തില്ല. ഒരു അച്ഛനും അമ്മയും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിന് മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഞാൻ പറയുക കേട്ടോ, മക്കളെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എത്ര മക്കളും ആയിക്കോട്ടെ, 2 3 ആയിക്കോട്ടെ, സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരേ രീതിയിൽ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുക എന്നല്ല, സ്നേഹിക്കുക. 2 മക്കളെ ഒരേ രീതിയിൽ സ്നേഹിക്കുക. ഒരു ഇളയവൻ അല്ലെങ്കിൽ ഇളയ കുട്ടി എന്ന രീതിയിൽ അവനെ ഒരുപാട് ലാളിച്ചും, മൂത്തവൻ അവൻ എന്തും സ്ട്രഗിൾ ചെയ്തോട്ടെ, അവനെന്നും ഒറ്റയ്ക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ ഒരിക്കലും ചെയ്യാതിരിക്കുക. അത് ഫേസ് ചെയ്തവർ ഒരുപാട് പേര് കാണും. അതിലൊരു ഇരയാണ് ഞാൻ. അത് ഇന്നും ഇന്നലെ തുടങ്ങുന്നതല്ല, കല്യാണം കഴിക്കുന്നതിന് മുമ്പും ആയിക്കോട്ടെ. കല്യാണം കഴിച്ചതിന് ശേഷം അതിന്റെ എക്സ്ട്രീമായി. പക്ഷെ അതെന്താ അങ്ങനെ ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല. അത് ഭയങ്കര ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് 2 മക്കളെ ഒരേ രീതിയിൽ കാണാത്തത്. പ്രൊമോഷൻ വീഡിയോ എടുത്തതിന്റെ അന്നാണ്, ആ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 27 എന്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നത്. ഡൊമസ്റ്റിക് വയലൻസ്, അതാണ് എന്റെ വീട്ടിൽ നിന്ന് സംഭവിച്ചത്. വയലൻസ് ആണ് വളരെ രീതിയിൽ. ഒരിക്കലും ഗർഭിണിയെടുത്ത് ഒരിക്കലും ആരും ചെയ്തുകൂടാത്തതാണ് എന്റെ വീട്ടിൽ അന്ന് നടന്നത്. മെയിൻ കണ്ണികളായിട്ടുള്ളത് എന്റെ അച്ഛൻ, എന്റെ അമ്മ, എന്റെ അനിയൻ. ഇതെല്ലാം അനുഭവിച്ചത് ഞാനും മൃദുലയും. നീ പറഞ്ഞു, നീ ഒരു ഗർഭിണിയായിട്ട് നിന്നെ ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്ത് നീ പറഞ്ഞു. അച്ഛനും ഇളയ മോനും തന്ന സമ്മാനോ 2 പേരോട് പിടിച്ചു വെച്ച് അടിച്ചത്. 2 പേരോട് പിടിച്ചു വെച്ച് അടിച്ചതാ. മാലയും പൊട്ടി അവിടെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ലേ? ഉണ്ടാക്കിയിട്ടതല്ല, നാടും മാനം ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോ. ഞാനും ഇതിനെല്ലാം പ്രശ്നം എന്റെ പ്ലാനിങ് ആയിരുന്നു. എനിക്ക് അറിഞ്ഞൂടെ എന്തൊക്കെ പറഞ്ഞ കൊച്ചു പിടിച്ച് ചീത്ത വിളിച്ച് നിന്റെ കഥവും ഇവിടെ പിടിച്ചുകൊണ്ട് എന്തൊക്കെ മാറും പറഞ്ഞവർ 2 അടി നിന്നെ ആരൊക്കെ അടിച്ചത്? ലീഗലി പോവാം. നിന്നെ ഈ ഗർഭിണിയായിരുന്നപ്പോ ആരൊക്കെ അടിച്ചത് പറ. എന്റെ വയറെന്ന് പറഞ്ഞാൽ പിടിച്ചിട്ട് പോലെ എത്ര ഒരു മക്കൾ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഞാൻ പറയുക, ഇത് കേൾക്കാൻ വേണ്ടി പറയുക, സങ്കടമുള്ളതുകൊണ്ട് പറയുക, 2 മക്കളെ ഒരേ രീതിയിൽ സ്നേഹിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വളർത്താൻ നിൽക്കരുത്, ആദ്യമേ ഒഴിവാക്കിയേക്കണം. സീരിയസ് ആയിട്ട് അത്രയ്ക്ക് വിഷമമുണ്ട് പറയുന്നത്. ഇനി വീട്ടിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ നമ്മളിന്ന് വീഡിയോ എടുത്തോണ്ട് പ്രൊമോഷൻ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ അപ്പോൾ ഇതിലേക്കൂടെ പോയി ഏറ്റവും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് 2 എണ്ണവും കൂടെ ഇറങ്ങി വന്ന് അടിയായി. ഞാൻ ഒറ്റയ്ക്ക് പിടിച്ച് മാറ്റാൻ അമ്മയെ ശ്രമിച്ചു. കുറേ ഇടിയിട്ട് ഇവിടെയൊക്കെ ഞാൻ തറ വീണ് എന്നെ കുറെ പറഞ്ഞിട്ട് ഇവരുടെയൊക്കെ മനസ്സിൽ ഇത്ര എന്നോട് ദേഷ്യമുണ്ട്.
മുറിവ് പിടിച്ചുകൊണ്ടാണ് എന്നെ എത്ര ചീത്ത വിളിച്ചത്. ഞാനും എൻ്റെ കുടുംബം കുളത്തോട്ട് മൂടിയെന്ന് തറയിലടിച്ച് കത്തി ചെയ്തിട്ട് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിയ വീടാ, ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇറങ്ങിക്കോളാൻ. കുഞ്ഞുമായിട്ട് കിടക്കും 9 മാസം. ഞാൻ എനിക്ക് തൊന്നിട്ട് ഞാൻ എൻ്റെ വീണെടുക്കുന്ന കണ്ടിട്ട് എനിക്ക് പോലും ചെയ്യാൻ പറ്റില്ല. എന്നെ ഈ കയ്യിൽ ഇവിടെ പിടിച്ചു അടിച്ചു. വീണ്ടും വന്നടിക്കോ നമുക്ക് പോവാട്ടോ. ഇവിടെ കിട്ടുകൊണ്ടിരിക്കും നിൽക്കേ. എല്ലാത്തിനും കാരണം ഞാനാണ്. അമ്മയും പറയും 10 മാസം മുന്നേ ഒരു കുഴപ്പമില്ല, ഞാൻ വാല് കുത്തിയ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല. ഞാൻ എന്തെങ്കിലും ദോഷത്തിന് ഞാൻ വരുന്നുണ്ടോ? അവൻ ചെയ്യുന്നതിനെല്ലാം ഫലം കിട്ടുന്ന എനിക്ക്. അവരെ മോനെ കെയർ ചെയ്യുന്നല്ലാണ്ട് ഇളയ മോനെ കെയർ ചെയ്യുന്ന ഒരു ഗ്ലാസ് പാൽ പോലും ഇട്ട് കൊടുത്തിട്ടില്ല. ചങ്കി തട്ടി പറയാം, ഇവിടെ എല്ലാ കാര്യവും നോക്കുന്നത് ഞാനാ. ഈ വീട്ടിൽ ഇല്ല, പറ്റുന്നില്ല ഇവിടെ നിൽക്കാനുണ്ട്. ഞാൻ തിരിച്ചെന്ന് പറയാൻ ഇന്നപ്പോഴത്തേക്ക് കൊച്ചു അച്ഛനോട് എന്തൊക്കെയോ പറഞ്ഞു. എൻ്റെ തൻ്റെ ചീത്ത വിളിച്ച് എനിക്കറിഞ്ഞൂടെ അവരൊക്കെ എന്നോട് എന്തോ ചെയ്യുന്നെന്ന്. എനിക്കിനി ഇവിടെ നിൽക്കുന്നത് എന്നോട് പറഞ്ഞു നാണോ മായോട്ട് ഇറങ്ങിപ്പോ. തറ വയറോടെ ഇരിക്കുന്നുണ്ട്. ഇനി ഒരു 5 ദിവസം പോലും ഇല്ല. എനിക്ക് വയ്യ നിന്നെ ഇവിടെ അടിക്കുന്ന കാണാൻ. കുറെ കിട്ടിയടി. ഞാൻ നോക്കിയപ്പോ വായി കൊടുക്ക ചോര വീഴുന്നു. കാണുന്ന പോലെ ഒന്നുമല്ല എന്നോട്. വന്ന് കയറിയിട്ട് അന്ന് തൊട്ടാലേ എന്നോട് വിചാരിച്ച് ഞാൻ നിൽക്കുമ്പോഴെങ്കിലും ഒന്ന് അടി നിർത്തുമായിരിക്കും. എനിക്ക് ഇവിടൊക്കെ ഒരു ചവിട്ട് കിട്ടി കേട്ടോ. കുഞ്ഞിനോട് പോലും ഒരു സ്നേഹമില്ലാഞ്ഞിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോലും തോന്നിട്ട് അനിയനായി പോയിട്ട് എത്ര അച്ഛനായി പോയിട്ട് വാശിയിൽ വന്ന് കുറേ അടി അടിച്ചേട്ടാ ഏട്ടന്. അച്ഛനോട് നിൽക്കുന്നോണ്ട് കുറേ അടി അടിച്ച് നിന്നെ കറങ്ങി തിരിഞ്ഞു. എനിക്കൊന്ന് ആശുപത്രി പോകണേട്ടാ. വീട് തറയല്ലേ. ഞാൻ വന്നപ്പോൾ ഏട്ടനെ ഒറ്റപ്പെടുത്തി. ഏട്ടൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഏട്ടനെ എല്ലാവരോട് ചേർന്ന് ഒറ്റപ്പെടുത്തി. എന്ത് പറഞ്ഞാലും കാരണം ഞാനുള്ളത് കൊണ്ടാണ്. ഞാൻ എന്നാൽ പിന്നെ എന്തിനാ ഇവർ പെണ്ണ് കെട്ടിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. എന്ത് പറഞ്ഞാലും പറയാം അവ ഒറ്റയ്ക്കില്ലേ, നീ ഒറ്റയ്ക്കല്ലല്ലോ. അതുകൊണ്ട് ഇപ്പം എന്താ, ഞാൻ എല്ലാത്തിൻ്റെ കൂടെ ഏട്ടൻ്റെ കൂടെ ഉള്ളത് അവർക്ക് കുഴപ്പം. ഏട്ടൻ എന്നെ വഴക്ക് പറയാത്തതോ ചീത്ത വിളിക്കുന്നതോ അടിക്കാത്തതോ അവരുടെ പ്രശ്നം. ഏട്ടൻ എന്നെ സ്നേഹിക്കുന്നത് അവരുടെ പ്രശ്നം. അവർക്ക് 4 പേര് മതി. അന്ന് തൊട്ട് തുടങ്ങിയത്. എവിടെ പോവും, ഇങ്ങോട്ട് പോവും. പിന്നെ എന്തോ അച്ചിക്കോന്നോ പെൺകോന്നോ ഒക്കെ വിളിച്ചെനിക്ക് അറിഞ്ഞൂടെ. ഭാര്യയെ സ്നേഹിക്കുന്നെങ്കിൽ അവൻ പെണ്ണിൻ്റെ അടിമ. അവർക്ക് എന്തെങ്കിലും കുക്ക് ചെയ്ത് കൊടുക്കുന്നെങ്കിൽ അവൻ പെണ്ണിൻ്റെ അടിമ. അച്ഛൻ്റെ കാഴ്ചപ്പാടിൽ ആണെന്നുള്ളത് എപ്പോഴും മീശയെ പിരിച്ച് അടിമയാക്കി അച്ഛൻ വഴക്കും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ടോർച്ചർ ചെയ്തുകൊണ്ട് നടക്കുന്നതാണ് അച്ഛൻ്റെ കണ്ണിൻ്റെ ഭർത്താവ്. അവൻ എൻ്റെ ജനറേഷനല്ല, എൻ്റെ അനിയൻ്റെയും കാഴ്ചപ്പാടാതാ. പെണ്ണ് പറയുന്നത് കേൾക്കരുത്. ഞാൻ അവൾക്ക് ഫുഡുണ്ടാക്കി കൊടുക്കുന്നേ, ഞാൻ അവിടെ എന്താ ചെയ്ത് കൊടുക്കുകയും അവിടെ സ്നേഹിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ആ അടിമ. എനിക്ക് ഡൗട്ട് വേണം എന്തുകൊണ്ട് ഞാൻ കൊച്ചു ചാനലിൽ നിന്ന് പോയി. അവൻ തന്നെയാണ് മൃദുലെടുത്ത് പറഞ്ഞത്. ഫോൺ വിളിച്ചത് ഇനി മേല ആദ്യം ഏട്ടനെ കുറേ ചീത്ത വിളിച്ചു. എന്നിട്ട് ഇനി മേല അവനെ എന്നെ വിളിക്കരുത്, ഞാനിനി ഒന്നിനുമില്ല, ഞാനിങ്ങനെ ഗർഭിണിയായിട്ടിരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നിന്നെ അവൻ വലിച്ച് കീറിയനായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് അവനിനി ഒന്നും വിളിക്കുന്നത്. അവനാ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ആദ്യം യൂട്യൂബിൻ്റെ ലിങ്ക് എല്ലാം മാറ്റി, നിങ്ങൾ തന്നെ കണ്ടത്, പിന്നും എല്ലാം മാറ്റി അവനാ ആദ്യം തുടങ്ങിയത്. എന്നിട്ട് പറയുന്നത് അവനെ അങ്ങ് നമ്മൾ കളഞ്ഞു എന്നുള്ള രീതിയിൽ. എന്നിന്ന് കിട്ടാവട്ടൊക്കെ കിട്ടിയിട്ട് എൻ്റെ കൂടെ എൻ്റെ അന്യ സംസാരിച്ചു ജോലി ചെയ്ത് കൂടെ അവിടെ പോയി വെൽഡിങ്ങിൻ്റെ എന്തിൻ്റെ പണിക്ക് പോയിട്ട് എൻ്റെ അന്യനെ പിടിച്ച് കൂടെ നിർത്തിയിട്ട് അവൻ ഇത്രയും പൈസ ആക്കി കൊടുത്ത് വെളി കിടക്കുന്ന വണ്ടിയും താറും എല്ലാം അവൻ്റെ പേരിലാണ് വാങ്ങിച്ചത്. കിട്ടുന്ന മാസം കിട്ടുന്ന പൈസ അവന് തുല്യമായിട്ട് കൊടുത്തിട്ട് എൻ്റെ അനിയൻ എനിക്ക് തന്ന സമ്മാനമാണ്. അനിയനും അച്ഛനും കൂടി എല്ലാവരും കൂടി എനിക്ക് തന്ന.
ഇതിൽ കൂടുതൽ ഗതി കേട്ടവൻ ആരുമില്ല അപ്പ. എന്നിട്ട് ആവശ്യം കഴിഞ്ഞപ്പോ ചവച്ച് തുപ്പ ഇറങ്ങിപ്പോവാനും പറയാം. അമ്മയൊക്കെ പറഞ്ഞായിരുന്നു നീ മൂഞ്ചോടാ, നിനക്കാരുമില്ല, എനിക്ക് എൻ്റെ അച്ഛനും അമ്മയുണ്ടെന്ന്. ഇവരോട് അല്ലാതെ ഞാൻ പുറത്തു പോയിട്ടില്ല ഇതുവരെ ഇവരുടെ കൂടെ അല്ലാതെ ഞാൻ ഈ വീട് വിട്ടവിടെ. നിങ്ങൾക്കറിയാം അണിയമ്മ കൊണ്ട് പോലും അവനില്ലാതെ ഞാൻ ഒരു പേഴ്സണലായിട്ട് സർജറി പോയിട്ടില്ല. എൻ്റെ വീട്ടുകാരെ കണ്ടുകൊണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് വന്നാൽ പിന്നെ ദേഷ്യവും. നിങ്ങൾക്കറിയാം ഞാൻ അങ്ങനെ വീട്ടിൽ പോയി തിന്നിട്ട് പോലുമില്ല. എന്നാലും ഞാൻ വീട്ടുകാരോട് മിണ്ടുന്നതാണ്. അവരിവിടെ വന്നാൽ ചിലപ്പോൾ മോന്ത കാണിക്കും. ചില ദിവസം അച്ഛൻ ഇവിടെ നിന്ന് ഇറങ്ങി പോത്തേ മിണ്ടത്തിട്ട് എന്ത് ചെയ്തെന്നോട് ഞാൻ വീട്ടിൽ പോലും പോയി അങ്ങനെ നിന്നിട്ടില്ലേ. കുടുംബം എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് അവർ എല്ലാവരെയും കാര്യങ്ങളും നോക്കിക്കൊടുത്തിട്ട് ലാസ്റ്റ് ഇതെല്ലാം ഞാൻ കേൾക്കണം. എനിക്കല്ല എൻ്റെ കുഞ്ഞിന് കുറെ കിട്ടി. എനിക്കിതൊക്കെ വയ്യ. അവരിറക്കി വിടട്ടെ. അവർ സെറ്റ് ചേർന്ന് നിന്നെ അടിക്കുന്നത് കാണാൻ എനിക്ക് വയ്യട്ട്. എൻ്റെ ഈ അവസ്ഥയിൽ എനിക്ക് അവരെല്ലാവരെയും കൂടെ പിടിച്ചു മാറ്റാനും പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ റൂമിൽ പൂട്ടി. അമ്മ പിടിച്ചോണ്ട് റൂമിലാക്കിയപ്പോൾ ഞാൻ ആ റൂം പൂട്ടിയിട്ട് ഞാൻ ഇവിടെ ഇരുന്നു. എനിക്ക് അടച്ചിട്ട് ഞാനിട്ടിരുന്നു. എന്നെ കുറെ പറഞ്ഞു നാണമില്ലേ ഇവിടെ കുത്തിയിരിക്കും, ഇറങ്ങിപ്പോ. കുറെ ചീത്ത വിളിച്ചിട്ട് ഇവരോടൊക്കെ പോവാ പാക്കേജ് ചെയ്യട്ടോ. ഫുഡ് ചേട്ടാ വലിച്ചു കീറി. മുണ്ടെടുത്തൊരു വീഡിയോ എടുക്കുമായിരുന്നു. മുണ്ടൊന്നും ഇല്ലായിരുന്നു നിനക്ക്. ഇതൊക്കെ കണ്ടി ഞാൻ വിചാരിക്കരുത് ഇത്ര അവസ്ഥയിൽ എന്തിനാ വീഡിയോ എടുക്കുന്നതെന്ന്. ഇതിൻ്റെ അപ്പുറം നാടകമായിട്ട് വരും. എനിക്കറിയാം ഇതിൻ്റെ അപ്പുറം നാടകമായിട്ട് അവർ വരും. എനിക്കൊരു തെളിവ് എനിക്ക് വേറെ ഇല്ല. നിങ്ങളെല്ലാവരും പറയും ലാസ്റ്റ് വേറെ രീതിയിൽ ഇത് ബാക്ക് എനിക്ക് അവരൊന്നിച്ച ഒരു 3 പേര് ഒന്നിച്ച ഒരു 3 പേര് ചേർന്ന് എന്ത് വേണമെങ്കിലും പറയാം. എനിക്കറിയത്തില്ല. എൻ്റെ സെൽഫ് എൻ്റെ അവസ്ഥ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് വീഡിയോ എടുത്തത്. ഇതെനിക്ക് കണ്ടന്റ് ആക്കരുത്, എനിക്ക് എന്ന് ആക്കരുത്. അത്രയും സഹിച്ച് പോട്ടെ എന്ന് വിചാരിച്ചില്ല ഈ ഒരു സ്റ്റേജ് വരെ എത്തിയത്. കൊച്ചിനെ സ്നേഹിക്കുന്ന പോലെ ഈ ലോകത്ത് വേറെ ആരെയും സ്നേഹിക്കുന്നില്ല. ഈ ഒരു അവസ്ഥയെ പോലെ എന്നെ കയറിയതിൻ്റെ 100 മടങ്ങ് അവനെ കയറിയത്. അവൻ എന്ത് പറഞ്ഞാലും അവനെ തിരിച്ചൊരു അക്ഷരം പറയത്തില്ല. അവൻ ഈ പറയും വീട്ടിൽ അവൻ എന്ത് പറഞ്ഞാലും അറിയില്ല. അവൻ ഭയങ്കര പറ്റിക്കുക രണ്ടുപേരെ. ഞാൻ അവനടുത്ത് പറഞ്ഞു നീ അച്ഛനും അമ്മയും പൊട്ടനായിക്കുക, എന്നെ പൊട്ടനാക്കല്ലേ. പക്ഷെ ഒരു ദിവസം തിരിച്ചറിയും അത്. ഒരു ദിവസം സീരിയസ് ആയിട്ട്. ഇപ്പൊ അവരുടെ ആഗ്രഹം പോലെ തന്നെ സാധിച്ചില്ലേ. ഇറക്കി വിടില്ലേ, ഇറങ്ങിപ്പോവാൻ പറഞ്ഞില്ലേ. ഡ്രസ്സൊക്കെ എടുക്കാൻ വന്നപ്പോഴാണ് ഞാൻ ഇത് കാണുന്നത്. ഫോട്ടോകൾ തിരിച്ചു വെച്ചേക്കുന്നത്. അത്രയ്ക്ക് വെറുപ്പും ദേഷ്യവും. നിങ്ങൾ തന്നെ കണ്ടത് ആ ഇൻസ്റ്റാഗ്രാമിലെ ഏട്ടനും കൂടെ നിൽക്കുന്ന പിന്നെ മാറ്റി ഹൈലൈറ്റ്, നമ്മൾ 3 പേരോടുള്ള ഹൈലൈറ്റ് എല്ലാം മാറ്റി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഞാൻ നോക്കി പോകുന്നുണ്ട് ഫോട്ടോ 3 പേരോടുള്ളത് 2 പേരുള്ളത് മാത്രം വെച്ചിട്ട് 3 പേരുള്ളതും ഏട്ടൻ്റെതും അവൻ്റെതും ഒക്കെ തിരിച്ചു വെച്ചേക്കുന്നു. അത്രയ്ക്ക് ദേഷ്യം വരിക. താഴെ സെറ്റിലൊരു ചപ്പാത്തി പല ഇരിക്കുന്നു. തലയടിച്ച് പുള്ളിക്ക് എടുത്തിരിക്കുക. സംസാരിക്കാനും വയ്യ. അത്രയ്ക്ക് വെറുപ്പും ദേഷ്യം. അന്നൊരു ദിവസം വഴക്കിട്ടപ്പോഴാണ് ആ ഭിത്തിയിൽ വെച്ചിരുന്ന നിങ്ങൾ 4 പേരോടുള്ള ഫോട്ടോ അതെല്ലാം അവൻ എടുത്ത് അന്നേ അവൻ തല്ലിപ്പൊട്ടിച്ച്. അന്ന് എത്ര വട്ടം പ്രശ്നം ഉണ്ടാക്കി. അന്ന് കുടിച്ചിട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കി. അതുകൊണ്ട് അച്ഛനും അമ്മയൊന്നും മിണ്ടിയില്ല. ഞാൻ ഏട്ടനെ റൂമിൽ ലോക്ക് ചെയ്തിട്ട് ഇറക്കാതെ ഞാൻ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു. കൂടെ ഓരോ നിറഞ്ഞു പൊട്ടിക്കും. പേടിക്കും. ഓർക്കപ്പുറത്തായതുകൊണ്ട് എങ്ങനെ ഞെട്ടി പേടിക്കുമെന്നറിയോ. ഇവിടെ വന്നിട്ടായിരിക്കും ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്. നല്ല മദ്യപിക്കും കേസ്. അന്ന് കുടിച്ചിട്ട് വന്നിട്ട് അത്രയും കാണിച്ചത്. അവിടെ ഇരുന്ന സാധനങ്ങൾ എന്തൊക്കെയോ എടുത്തെറിഞ്ഞ് ഒരു ട്രൈപ്പോഡ് എറിഞ്ഞ് പൊട്ടിച്ച്. ഓരോ സാധനങ്ങൾ എന്തൊക്കെ എടുക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. കുഞ്ഞിന് വേണ്ടി പാക്ക് ചെയ്ത് വെച്ചതുണ്ട്. അല്ലാതെ നമ്മുടെ ഡ്രസ്സൊക്കെ എത്രയെന്ന് പറഞ്ഞ് എടുക്കുന്നു. 1 മണിക്കൂറായി വണ്ടി കിടക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. നമ്മൾ സ്റ്റേഷന് മുമ്പ് വണ്ടി ഇട്ടിട്ട് 1 മണിക്കൂറാവുന്നു. പക്ഷേ അച്ഛനും അമ്മ എത്രയായാലും അച്ഛനും അമ്മയല്ലേ കേസ്. മനസ്സും വരുന്നില്ല. ഇത്രയൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുമ്പോൾ ആൾക്കാർ ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ട് എന്നാ പിന്നെ കേസ് എടുത്തില്ല. കൊടുക്കണ്ട. ഇങ്ങനെ ഇത്രയും നാൾ ഒന്നിച്ചിരുന്നിട്ട് എങ്ങനെ കൊടുക്കും? ഇതിനകത്തൊരവസ്ഥ ഒരു പെണ്ണിന് വന്നിട്ടുണ്ടാകത്തില്ല, ഉറപ്പാ.
അതും അത്ര അടി നടന്നപ്പോ ഏട്ടൻ പറഞ്ഞു ഇപ്പൊ റൂമിൽ പൊക്കോളാൻ പറഞ്ഞപ്പോ ഏത് റൂം? ഇവിടെ ഒന്നും ആർക്കും റൂമൊന്നുമില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കോളെ. എന്ന് ചോദിച്ചു. 7 മാസം കഴിഞ്ഞ പെണ്ണിന്റെ വീട്ടിലല്ലേ ഇപ്പൊ നിക്കണ്ടേ, എന്തിനാ വന്നേന്ന് ചോദിക്കുമല്ലോ. പച്ച ചീത്ത എവിടെ വിളിച്ചത്? പച്ച ചീത്ത. നീ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ കണ്ടല്ലോ 7 മാസം ഞാൻ പോയപ്പോ കരയുന്നത് പോലെ അഭിനയിച്ചത്. എന്നിട്ട് ഇതിപ്പോ ചോദിക്കുക 7 മാസം കഴിഞ്ഞ പെണ്ണ് അവിടെ അല്ലേ നിക്കണ്ടേ, എന്തിനാ അവളെ ഇവിടെ വന്ന്? ഞാൻ വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നത്, വീഡിയോ എടുക്കാനും പ്രൊമോഷൻ എടുക്കാനും എല്ലാത്തിനും കൂടെ വന്നത്. അത് അവനൊന്നും അറിയണ്ട. എല്ലാ കാര്യങ്ങളും ഏട്ടനാ നോക്കുന്നത്. ഞങ്ങൾ എടുക്കും. നിങ്ങൾ കളിയാക്കുമല്ലോ മൃദുല ചേച്ചി വന്ന് പ്രൊമോഷനും കൊണ്ട് വന്നെന്ന്. എന്നാ എല്ലാം അതിന് കിട്ടുന്നതിനെല്ലാം നേരെ പാതി അവനാ പോകുന്നത്. അവനൊന്നും അറിയണ്ട, ഇടുന്നതോ വരുന്നതോ ഒന്നും. പണിയെടുക്കത്തില്ല സീരിയസ്ലി. ഒരു പണിയെടുക്കാത്ത ഒരു മടിയനാ. അത് വീട്ടിലെ എല്ലാവർക്കും അറിയാം, അച്ഛനും അറിയാം, അമ്മയും അറിയാം. 1 മണിക്ക് എണീക്കും ഉച്ചക്ക്. വീഡിയോ എടുക്കാൻ വിളിച്ച 1 മണിക്കൂർ കഴിഞ്ഞ്. അപ്പോഴും ഏട്ടന് എത്രയും പെട്ടെന്ന് വീഡിയോ എടുക്കണം. അവർക്ക് സമയത്തിന് ഓരോരുത്തർ വിളിക്കുമ്പോ സമയത്തിന് വീഡിയോ കൊടുക്കണം. കൊച്ചു വീഡിയോ എടുക്കാൻ പാടാണ്. അവന്റെ റൂമിൽ ചെന്ന് കൊട്ടിയാലൊന്നും അവൻ കേൾക്കത്തുമില്ല, അറിയത്തുമില്ല. ഫോൺ വിളിക്കണം ചില സമയം എടുക്കണമെങ്കിൽ. വീഡിയോ എടുക്കാൻ വാന്ന് വിളിച്ചാൽ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞായിരിക്കും വരുന്നത്. അപ്പോഴും ഞാൻ പറയട്ടെ വീട് കുഴപ്പമില്ല, വരട്ട്, ഇപ്പൊ എന്ത് ചെയ്യാനാ, വരട്ട്, ഒന്നിനും അങ്ങനെ അവനെ താങ്ങി താങ്ങി കൊണ്ടു നടന്നിട്ടേ അവൻ എന്നെ അന്ന് വിളിച്ചു ചീത്തയും വിളിച്ചിട്ട് എന്റെ പെൺപിള്ള അവൻ ചീത്ത വിളിച്ചേക്കുന്നു. മുറു എന്നും പറഞ്ഞ് പുറേ നടന്ന അവനാ. ഒരിക്കലും മറക്കത്തില്ല ഞാൻ. വീഡിയോയില് കാണുന്ന പോലൊന്നും അല്ല പറയാതിരിക്കുന്നത്. ഇപ്പം പുറമെ ഒരാൾ പറയും, ഇങ്ങനെ പറയും, ആ പെണ്ണ് വന്ന് കയറി ആ കുടുംബം അങ്ങ് നാശമാക്കി. പക്ഷെ അതിന്റെ പിന്നില് എന്തോന്ന് ആർക്കും അറിയത്തില്ല. അവര് വഴക്കിടുന്ന ആരുടെ കയ്യിലാണോ തെറ്റെന്ന് പോലും അറിയത്തില്ല. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നവർ തന്നെ വിചാരിക്കും അവർ ഇതിനു മുമ്പ് ഹാപ്പി ആയിരുന്നു, ഒരു പെണ്ണ് വന്ന് കയറി അതങ്ങ് നശിച്ചു. അപ്പം ആ പഴി മൊത്തം വരുന്നത് പെണ്ണിന്റെ സംഭവം. അതെ, പറയുന്നവരതേ പറയൂ. കാരണം വേറെ ആരും ചെയ്ത തെറ്റൊന്നും അവിടെ ആർക്കും ഒരുതല്ല. അത് നമ്മുടെ സൊസൈറ്റി അങ്ങനെ. ഏട്ടനിങ്ങനെ കുറെ അടിക്കുന്നത് കണ്ട് വായിക്കൂടെ ചോര വരുന്ന എല്ലാം കണ്ടു കഴിഞ്ഞ് എനിക്ക് എന്ത് സുഖം കിട്ടാനോ. ഇവരൊക്കെ എന്തൊക്കെ പറയുന്നത് പോലെ എനിക്ക് അറിയാൻ വയ്യ. അച്ഛനും അടിച്ചു, കൊറേ അടിച്ചു അച്ഛൻ. അച്ഛൻ ഒരു സൈഡിൽ നിന്ന് അവ ഒരു സൈഡിൽ നിന്ന് പിടിച്ചു വെച്ചു കൊടുക്കുന്നു. നിങ്ങൾ പറയാ ഇത്രയും നാളായിട്ട് ഇതൊക്കെ എന്റെ ഒക്കെ പീഡിയയിൽ പറയാൻ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കുടുംബമാണല്ലോ, എല്ലാത്തിലും കാണിച്ചതാണല്ലോ. വേണ്ട, പ്രശ്നങ്ങൾ വേണ്ട, ഒന്നും വേണ്ട. കുടുംബമല്ലേ, കുടുംബമാകുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണും. ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണ്ടേ. എത്രയായാലും ജനറേഷൻ ഗ്യാപ്പൊക്കെ എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള സംഭവം തന്നെ. അതൊക്കെ അച്ഛനല്ലേ, അമ്മയല്ലേ, ഇതൊക്കെ അല്ലെങ്കിൽ അനിയനല്ലേ എന്നൊക്കെ വിചാരിച്ച് ക്ഷമിച്ച് സത്യം പറഞ്ഞ ക്ഷമയുടെ നെല്ലി പല കണ്ട്. ഇനി ഇത് കൂടുതൽ പറ്റത്തില്ല. അല്ലേ, എനിക്ക് എൻ്റെ കുടുംബത്തിന് എത്ര എന്നൊക്കെ പറഞ്ഞാലും കുടുംബം എന്നുള്ളത് വരും ഗൈസ്. ഞാൻ അങ്ങനെ ജീവിച്ചോണ്ടാ. എനിക്ക് എത്രയായാലും അങ്ങനെ അവരെന്നെ എന്തൊക്കെ ചെയ്താലും അച്ഛനമ്മ എന്നുള്ള ഇതൊക്കെ എനിക്ക് വരും, സീരിയസ് ആയിട്ടും വരും. അതുകൊണ്ട് ഈ വീഡിയോ തന്നെ നമ്മൾ അവ ഇട്ടാൽ മാത്രമേ ഞാൻ ഇതിടൂ. എനിക്കെതിരെ ഇവൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ. കാരണം അവന് പറയാൻ പോയിട്ട് ഉച്ചരിക്കാനുള്ള യോഗ്യത അവനില്ല. ഒരു സ്ത്രീയെ എങ്ങനൊക്കെ അപമാനിക്കാമോ അങ്ങനൊക്കെ അപമാനിച്ചു. ഒരു സ്ത്രീകളുടെ അടുത്ത് യാതൊരുവിധ, അതിന്റെ അമ്മയടുത്ത് ആയിക്കോട്ടെ, ഒരു ബഹുമാനം ഇല്ലാത്തൊരു വ്യക്തിയാണ്. വീഡിയോകളൊന്നും ആരും കാണത്തില്ല. അഹങ്കാരം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലേ, അവ എന്ത് പറഞ്ഞാലും ഏറ്റവും ചിരിച്ചുകൊണ്ട് കേട്ടോണ്ടിരിക്കുന്ന അല്ലാതെ മറുത്തൊരു വാക്ക് പറയത്തില്ല. എന്റെ അച്ഛന്റെ ആരോഗ്യം നിങ്ങൾക്ക് അറിയാലോ. ഒരു കൈ എന്നൊക്കെ പറഞ്ഞ ഈ തടിപ്പണിക്ക് പോയിട്ടും ഡ്രൈവ് ചെയ്തിട്ടും ഭയങ്കര തഴമ്പുള്ളൊരടി കയ്യ. ആ കൈയും വെച്ച് എൻ്റെ കരണം മുളക്കാൻ 2-3 എനിക്ക് കിട്ടി. എൻ്റെ കിളി പാറിപ്പോയി. ഞാൻ നിന്നിങ്ങനെ കറങ്ങുമായിരുന്നു. ടു ബി ഫ്രാങ്ക് ഞാൻ പറയാം, എൻ്റെ ശരീരം സ്റ്റേബിൾ ഇല്ലാത്ത രീതിയിൽ അങ്ങ് പോകുമായിരുന്നു. അത് കണ്ട് അച്ഛൻ എന്നെ അടിക്കുന്ന കണ്ടോട്ട് അവനും അവിടെ നിന്ന് ഓടി വന്നു. അവനും ആ സ്റ്റെയർ ഇറങ്ങി വന്നു. അവനും എന്നെ അടിക്കുമായിരുന്നു. ആ ഒരു ഷർട്ട് മുണ്ട് ഞാൻ ഇട്ടിരുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ പെണ്ണുമ്പുഴയുടെ മുമ്പിൽ മുണ്ട് പോലും ഇല്ലാതെയാണ് എന്നെ എൻ്റെ അച്ഛനും എൻ്റെ അനിയനും കൂടി പിടിച്ചു വെച്ച് അടിച്ചത്. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഞാൻ തടയാൻ ഇതിന്റെ ഇടയ്ക്ക് കയറിയേ പറ്റൂ. കാരണം ഏട്ടനെ പിടിക്കാൻ വേറെ ആരുമില്ല. ഏട്ടന്റെ ഒന്ന് അടിക്കരുതെന്ന് പറഞ്ഞു നിൽക്കാൻ ആരുമില്ല. പക്ഷെ അതാരും മൈൻഡ് ചെയ്യുന്നില്ല. ഒരു മക്കളുടെ അടുത്ത് ഇങ്ങനെ ചെയ്തില്ല. സീരിയസ്ലി എന്നെ അമ്മ ആദ്യം എന്നെ ഉപദ്രവിച്ചിട്ട് എന്റെ ചുണ്ടടിച്ച് പൊട്ടിച്ചു. എന്റെ ചുണ്ട് എനിക്ക് ഡെലിവറിക്ക് കൊണ്ടുപോയ സമയത്ത് അറിയാം. എന്റെ ചുണ്ട് എല്ലാവർക്കും ശ്രദ്ധിച്ചറിയാം. എന്റെ ചുണ്ട് പൊട്ടിയിരിക്കുക. കാരണം അത് ഇൻഫെക്ഷൻ ആയി പഴുത്ത് എനിക്ക് പച്ച വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. അല്ലാതെ കൈയൊക്കെ ചതഞ്ഞ് ദേഹം ഫുള്ള് കിട്ടിയതിന്റെ തറയിലൊക്കെ ഇട്ട് എനിക്ക് അറിഞ്ഞൂടെ അന്ന് അവിടെ എന്താ നടന്നതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അച്ഛൻ എന്റെ ബാക്കി ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വെച്ചു കൊടുത്തു അവൻ അടിക്കാൻ വേണ്ടിട്ട്. ഇഷ്ടം പോലെ അടിച്ചു.
എനിക്ക് എണ്ണമില്ല, എന്നെ അടിച്ചതിന് എനിക്ക് എണ്ണമില്ല. എത്രത്തോളം വയലൻസ് ആണ് എൻ്റെ വീട്ടിൽ നടന്നതെന്ന്. എന്നിട്ട് ഇത്രയും ഞാൻ സഹിച്ച് ഇത് കഴിഞ്ഞതിന് ശേഷം മൃദുല വീണിട്ട് മൃദുലയ്ക്ക് അപ്പം തുടങ്ങിയ വയറ്റുവേദനയാണ്. അന്ന് തൊട്ട് തുടങ്ങിയ വയറ്റുവേദനയാണ്. ഇത് നടന്നതിന്റെ 4-ന്റെ അന്നാണ് മൃദുലയ്ക്ക് വാട്ടർ ബ്രേക്ക് ആവുന്നത്. കാരണം എനിക്ക് എന്നിട്ട് ഞാൻ അടി നിർത്തിക്കോട്ടെ എന്നുള്ള പറഞ്ഞ രീതിയിൽ ഞാൻ ഏട്ടനെ പിടിച്ച് തടഞ്ഞു നിർത്തുന്നുണ്ട്, അവർക്ക് അടിക്കാതിരിക്കുന്നില്ല. കുറെ അടി മുതുകത്തൊക്കെ അവിടെ ഇവിടെയും കുറെ കിട്ടി. കാരണം അറിയാലോ എന്റെ അടിക്ക് ഞാൻ ഉറക്കെ വിളിക്കുകയാണ്, അയ്യോ എന്റെ വയറ് എന്റെ. കാരണം അത് കേട്ടിട്ടെങ്കിലും ആരെങ്കിലും ഒന്ന് നിർത്തട്ടെ. രണ്ടുപേരും അടിക്കല്ലാതെ. എന്നിട്ട് ഞാൻ വീണ് കിടന്നിട്ട് എന്റെ തൊട്ടടുത്താണ് അമ്മ നിൽക്കുന്നത്. എന്നാ ഒരു കൈ കൊണ്ടൊന്ന് താങ്ങോ, ഒന്ന് പിടിക്കോ. ഈ വീണിട്ട് പോലും മനസാക്ഷി ഇല്ലായിരുന്നു. എന്നിട്ട് പോലും എന്റെ അമ്മ അവളെ വിളിച്ചോ എന്തെങ്കിലും നിനക്ക് പറ്റിയോന്നും ഒരു വാക്ക് ചോദിച്ചിട്ടില്ല. ഈ സെക്കൻഡ് വരെ ചോദിച്ചിട്ടില്ല. അവൾ പ്രസവിച്ചതിന് ഇങ്ങനെ മാറി എന്നുള്ളത് എനിക്ക് അറിയത്തില്ല കാര്യം. എനിക്ക് ഇതേവരെ ആ വീട്ടിൽ ഒരു ഫ്രീഡം എന്ന് പറയുന്നത് ഇല്ല. കാരണം എന്തെങ്കിലും അവര് തമ്മിൽ സംസാരിക്കും, എന്നെ അതിലോട്ട് ഉൾപ്പെടുത്തത്തില്ല. ഞാൻ അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയുള്ളൂ. എന്നെ ആ വീട്ടിലൊരു അംഗമായിട്ട് ഇതേവരെ അവർ കണ്ടിട്ടില്ല. അത് വാഗൊണ്ട് അമ്മ പറയുകയും ചെയ്തു, നീ വന്നു കയറിയ പെണ്ണ്, നീ വന്നു കയറിയ വീട്. അപ്പോഴും ഞാൻ കളിയാക്കി പറയും, ഇത് അങ്ങനെ ഞാൻ വന്നു കയറിയത് എന്റെ വീടാണ് ഞാൻ കളിയാക്കി പറയും. പക്ഷെ എത്രയൊക്കെ അത് മനസ്സ് വേദനിക്കുമെന്ന് അറിയാം. ഞാൻ ഇങ്ങനെ വാതിലവിടെ ഇങ്ങനെ നിന്ന ടൈമില് മാറടി എന്ന് പറഞ്ഞോണ്ട് എന്റെ കയ്യിൽ ഒരു അടി അടിച്ച് നീ ചീത്തയും സത്യം പറഞ്ഞാൽ അതെനിക്ക് ഏറ്റവും കൂടുതൽ വിഷമിച്ചത്. ഞാൻ ഇന്നേ വരെ ആ സമയത്ത് എന്നെ റൂമിൽ പിടിച്ച് കൂട്ടിയിടുകയുണ്ടായി. അതെ, അവന്റെ സത്യം പറഞ്ഞാൽ അവന്റെ വായിൽ അങ്ങനെ ഒരു വാക്ക് വീഴുന്ന തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റാതായിപ്പോയി. കാരണം അങ്ങനല്ലല്ലോ കൊണ്ട് നടന്നതും സ്നേഹിച്ചതും പറഞ്ഞതും എല്ലാം. പക്ഷെ പെട്ടെന്ന് അങ്ങനെയൊക്കെ കേട്ടപ്പോ സത്യം പറഞ്ഞാൽ ഈ വിഷമോ ആ വിഷമോ അന്നത്തെ ദിവസം എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് ഇതൊക്കെ അറിയുമ്പോൾ ഭയങ്കര ഷോക്കിംഗ് ആയിരിക്കും. എനിക്ക് തന്നെ ഷോക്കിംഗ് ആയിരുന്നു. കാരണം ഒരിക്കലും അവര് എന്റെ അടുത്തും മൃദുലയുടെ അടുത്തും ഒരു സ്വന്തം മോന്റെ അടുത്തും മരുമോളടുത്തും ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അവരുടെ ഭാഗത്ത് നിന്നും വളരെ ഒരു ഡൊമസ്റ്റിക് വയലൻസ് ആണ് ഉണ്ടായത്. എൻ്റെ കുഞ്ഞിന് വല്ലതും പറ്റിയിരുന്നെങ്കിൽ സത്യം നിങ്ങൾക്ക് അറിയാലോ ആ വീഡിയോയിൽ ഞാൻ ഇപ്പം എത്രത്തോളം പെയിനിലായിരിക്കും. ഞാൻ ആ ഡെലിവറി വീഡിയോ നിങ്ങൾക്ക് കണ്ടതൊക്കെ മനസ്സിലായി കാണും. എനിക്ക് ആഹാരം പോലും കഴിക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് കുറെ പിന്നെ മൃദുലയ്ക്ക് അത് കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടൊക്കെ ഉണ്ടായിരുന്നു. കാരണം അന്ന് തൊട്ട് മൃദുലയ്ക്ക് ഛർദിലും അന്ന് തൊട്ട് മൃദുലയ്ക്ക് വയറുവേദനയാണ്. തെറ്റ് ചെയ്തവര് അവിടെ എല്ലാവരും ജനങ്ങൾ ന്യായീകരിക്കുന്നു. ഇത് ഏറെയായവര് ഇവിടെ എല്ലാവരും ചീത്ത വിളിക്കുന്നു. അത് കേട്ടോണ്ട് നിൽക്കാൻ എന്നെപ്പെട്ട് പറ്റത്തില്ല. സത്യാവസ്ഥ നിങ്ങൾ അറിയണം. ഇത് കഴിഞ്ഞ് എൻ്റെ വീട്ടുകാർക്ക് പേടിയായി. കാരണം ഇവര് കയ്യിൽ നിന്ന് ഒരു നിമിഷത്തിൽ പറ്റിപ്പോയല്ലോ. കാരണം ഒരിക്കലും പറ്റേണ്ട കാര്യങ്ങളല്ല ചെയ്തത്. എന്നെ അടിച്ചു, എനിക്ക് പരിക്കേറ്റു, മൃദുല വീണു. അതിനിടയ്ക്ക് എന്നെ എന്തോ വെച്ച് കുത്തി. എൻ്റെ ഈ 2 ഇതും ഭയങ്കര ആഴത്തിലുണ്ടായിരുന്നു. ഇത്ര റൗണ്ടിൽ എനിക്ക് ബ്ലഡ് ഇങ്ങനെ ചത്തിടക്കുമായിരുന്നു. ഞാൻ നോക്കിയപ്പം ആ ഒരു സെറ്റിയിൽ ചപ്പാത്തി പലക വേറെന്തൊക്കെയോ എടുത്തെന്നോലെ എനിക്ക് അറിയാൻ പോയി കേട്ടോ. ഞാൻ പറഞ്ഞു എന്നെ ആദ്യത്തെ അടി കിട്ടിയപ്പോഴും എൻ്റെ റിലേ എനിക്ക് പോയായിരുന്നു. അപ്പം എന്നെ എന്തൊക്കെ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. പിറ്റേ ദിവസം എനിക്ക് കട്ടിലിൽ എണീക്കാൻ വയ്യായിരുന്നു. 2-3 ദിവസം ഞാൻ ബെഡിൽ തന്നെ ആയിരുന്നു. കാരണം എനിക്ക് എണീറ്റ് നടക്കാൻ വയ്യായിരുന്നു. എൻ്റെ ശരീരം മൊത്തവും ആകെ ചതവും ഈ ഒരു ഇടുപ്പും ഇടിച്ച് വീണതും എവിടൊക്കെയോ വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഫുള്ള് ബെഡ് റെസ്റ്റിലായിരുന്നു. വാട്ടർ ബ്രേക്ക് ആയിട്ടും ഞാൻ പിറ്റേന്ന് രാവിലെ എൻ്റെ അച്ഛനെ വിളിക്കുകയുണ്ടായി. മൃദുല അഡ്മിറ്റ് ചെയ്തെന്ന് ഞാൻ അങ്ങോട്ട് പറയുകയുണ്ടായി. എൻ്റെ അടുത്ത് ഇത്രയും ചെയ്തിട്ടും നിങ്ങളത് ആലോചിക്കണം. അത് ചെയ്തിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു ഇപ്പോൾ കുഞ്ഞാകുമ്പോൾ എല്ലാവരും ഓടി വരും, എല്ലാവരും ഒന്നിക്കും എന്നുള്ള പ്രതീക്ഷയായിരുന്നു എനിക്ക്. പക്ഷെ അവരന്ന് വന്നത് അവർ വട്ടമേജ സമ്മേളനമൊക്കെ നടത്തി പോണോ വേണ്ടേ കുഞ്ഞെ കാണണോ എന്നൊക്കെയുള്ള തീരുമാനമൊക്കെ എടുത്തിട്ട് അന്ന് വന്നത് വൈകിട്ടാണ്. ഞാൻ വിളിച്ചത് രാവിലെ 10 മണിക്കും, വന്നത് വൈകിട്ട് 6 മണിക്ക് 5 മണിക്കെന്തോ വന്നു. അയലോക്കത്തുള്ള ഒരു ആരാന്റെ മോനെ പോലെ അല്ലെങ്കിൽ ഏതോ ഒരാളെ പോലെ വന്നു നിന്നു. അവിടെ വന്ന് നിന്നിട്ട് അങ്ങ് പോവുകയാണ് ഉണ്ടായത്. പോയപ്പം പോലും എൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞില്ലായിരുന്നു. ഞാൻ ഈ കിടന്ന് ഓടുന്നത് അവരെ മുന്നിൽ കണ്ടിട്ട് പോലും എൻ്റെ അനിയൻ പോലും എൻ്റെ അടുത്തൊന്നും നിന്നില്ല. എടാ നിനക്കെന്തെങ്കിലും ചെയ്തു തരണോ, നിനക്കെന്തെങ്കിലും വേണോ, ഞാൻ ഇവിടെ നിൽക്കണോ എന്ന് പോലും എൻ്റെ അനിയൻ പോലും എന്നോട് ചോദിച്ചില്ല. ഈ കാര്യമൊന്നും ഞാൻ ഒരിക്കലും മരണം വരെയും പൊറുക്കത്തില്ല. നിങ്ങൾ ഓരോരുത്തരും ഒന്നിക്കണോ എന്ന് പറയുമ്പോഴും ഈ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ ഓടുകയാണ്. എന്നിട്ട് പോലും ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് പിണക്കം മാറ്റാൻ വേണ്ടി മാക്സിമം ഞാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞില്ലേ ആരാൻ്റെ പോലെ അങ്ങനെ വന്നു നിന്നു കണ്ടുപോയി. ഒന്നും എന്നെ തിരിച്ച് വീട്ടിലോട്ട് വിളിക്കുമോ, എടാ നീ വീട്ടിൽ വന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വാങ്ങുന്നു. കാരണം എനിക്കൊന്ന് ഡ്രസ്സ് പോലും മാറാനായിട്ട് ഡ്രസ്സൊന്നും എൻ്റെ കയ്യിലില്ല കൈസ്. ഞാൻ വീട്ടിൽ നിന്നിപ്പോൾ ഇറങ്ങി പോയല്ലേ. അതുകൊണ്ട് എൻ്റെ ഒന്നും ഇല്ല. ഞാൻ ആകെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ആ ഒരു മൃദുലയുടെ ഡെലിവറി ടൈമിൽ.
ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യേണ്ട ഒരു സമയമായിരുന്നു അത്. അങ്ങനെയൊക്കെ ആയി. പിറ്റേന്നായപ്പോൾ കുഞ്ഞ് ജനിച്ചു. അപ്പം ഞാൻ വിളിച്ചു പറഞ്ഞു കുഞ്ഞ് ജനിച്ചു, ആൺകുഞ്ഞാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞവർ വന്നു, കണ്ടു, പോയി. എന്നിട്ട് പോലും മൃദുലയെടുത്തൊരു വാക്ക്, കുഞ്ഞിനെ എടുത്തു. പേവാർഡില് വന്നു, ഡെലിവറി കഴിഞ്ഞ് ഞാനും കുഞ്ഞും പേവാർഡിൽ വന്ന ടൈമില് കുഞ്ഞിനെ ബെഡിൽ എടുത്തേക്കാണ്. ഞാൻ ജസ്റ്റ് ബാത്റൂമിൽ പോയിട്ട് വന്ന് കട്ടിലിരിക്കുകയാണ്. അവര് 3 പേരും റൂമിൽ കയറി കട്ടിലെടുത്ത് പോയി കുഞ്ഞിനെ കണ്ടു. അമ്മ മാത്രം കുഞ്ഞിനെ ഒന്ന് എടുത്തു. അവര് നിന്നു. ലാസ്റ്റ് ഇച്ചിരി കഴിഞ്ഞപ്പോ കുഞ്ഞിനെ വെച്ച് അവര് പോയി. ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. ഏട്ടനടുത്ത് നിൽക്കുകയാണ്. ഏട്ടൻ വലിയ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഏട്ടന്റെ അടുത്ത് ഒരു വാക്ക് മിണ്ടിയില്ല. ഞാനും അമ്മ ഇപ്പഴത്തെ ആ ചെറിയൊരു കട്ടിലുണ്ടായിരുന്നില്ലേ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാ ഒന്ന് പ്രസവിച്ചിട്ട് വന്നതാ അവരുടെ കുടുംബത്തിൽ ആദ്യത്തെ കുഞ്ഞിനെ. തിരിഞ്ഞൊന്നും നോക്കിയ പോലും ഇല്ല. പക്ഷെ സത്യം പറഞ്ഞാൽ അന്നേരൊക്കെ നോക്കി എന്റെ മനസ്സിൽ അങ്ങനെ വാശി ദേഷ്യം അങ്ങനെ ഞാൻ വെച്ചോണ്ട് നടക്കത്തില്ല. ഞാൻ മിണ്ടിയേനെ, കാരണം അത്രയും പെയിൻ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. പെയിൻ വന്ന ആ ഡ്രസ്സ് ഇട്ട് ബാക്കി വന്നിരുന്നപ്പോ ഇവര് തിരിഞ്ഞ് ഇന്ന് കുഞ്ഞിനെടുത്ത് പോയെന്നല്ലാതെ അവളുടെ അടുത്തൊരു വാക്ക് വേണ്ടിയിട്ടില്ല. ഞാൻ ഇപ്പൊ ആദ്യം ചോദിച്ചു, അവൾ അത്രയും പെയിനൊക്കെ അനുഭവിച്ച് അത്ര ഇതായിട്ട് എങ്ങനെ ഉണ്ടെന്ന് പോലെ എന്തെങ്കിലും ഒരു വാക്ക് അവളുടെ അടുത്ത് വിട്ടിട്ടില്ല. അത്രയ്ക്കും അങ്ങ് ഒരു എനിക്ക് മനസ്സിലാവുന്നില്ല അവരൊക്കെ എങ്ങനെ ഇത്രയും മൃഗീയമായിട്ട് അത്രയും നമ്മുടെ അടുത്ത് ഇത്രയും ശാരീരികമായിട്ട് ഉപദ്രവിച്ചു, മാനസികമായിട്ട് ഉപദ്രവിച്ചു. ഒരിക്കലും ഒരു ഗർഭിണിയെടുത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവർ ചെയ്തു. എന്നിട്ടും അവർ ആ ഒരു മനസ്സാക്ഷി എന്ന് പറഞ്ഞൊരു സാധനം അവർക്കില്ല. ഇതൊക്കെ പറഞ്ഞാൽ ചോദിക്കുക അവളാണോ ആദ്യമായിട്ട് പ്രസവിക്കുന്നത്, ആ ഒരു ഡയലോഗാണ്. അത് കഴിഞ്ഞ് പോയതിനു ശേഷമാണ് നെഗറ്റീവ് കമന്റ്സ് അവർക്ക് വരാൻ തുടങ്ങിയത്. കാരണം എന്റെ കൂടെ ആരും ഇല്ലെന്നുള്ള കാര്യം അവർക്ക് എല്ലാവർക്കും മനസ്സിലായി. കുഞ്ഞിനെ അവര് വന്ന് കണ്ടില്ല, അതിന്റെ വീഡിയോ ഒന്നും കാണുന്നില്ല. പിന്നെ നാടകമായിരുന്നു. കുഞ്ഞ് ജനിക്കുന്ന ഡേറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. കൊച്ചു എപ്പോഴാണ് സ്റ്റോറി ഇട്ടതെന്ന് നമ്മളെ വീഡിയോ കാണുന്നവർക്ക് അറിയാം. കൊച്ചു നെഗറ്റീവ് കമന്റ്സ് എപ്പം വന്നോ അപ്പോഴാണ് കൊച്ചു സ്റ്റോറി ഇട്ടത്. അതിനുശേഷമാണ് കൊച്ചു സ്റ്റോറി ഇട്ടത്. ഇത്രയും ചെയ്തിട്ട് മൃദുലയുടെ ബർത്ത്ഡേക്ക് കൊച്ചു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെറും നാടകമാണ്. അതൊന്ന് മനസ്സിലാക്കണം. ഇത് ഈ അടി ഉണ്ടാക്കി അവളെ ചീത്തയും വിളിച്ച് കൊച്ചു അവളെ കൈക്കും അടിച്ചിട്ട് ഇവള് താഴെ വീണിട്ട് എന്നിട്ടാണ് സ്റ്റോറി ഇട്ടെന്നുള്ള കാര്യം ആലോചിക്കണം. അതിപ്പോ നാട്ടുകാരെ തമ്മിൽ ബോധിപ്പിക്കണം. നമ്മൾ തമ്മിൽ ഒന്നും ഇല്ലേ, ഞാൻ പിന്നെ അവന്റെ ബർത്ത്ഡേക്ക് സ്റ്റോറി ഇട്ടേന്ന് ബോധിപ്പിക്കാൻ വേണ്ടി സ്റ്റോറി ഇട്ടതാണ്, അല്ലാതൊന്നുമല്ല. കുഞ്ഞിന്റെ സ്റ്റോറി ഇട്ടത് അതാണ്. നിങ്ങൾ കമന്റ്സിൽ അവന്റെ ചാനലിൽ പോയി കമന്റ് ചെയ്യാൻ തുടങ്ങി, നിങ്ങൾ കുഞ്ഞിനെ കാണാതെ പോകാൻ ഇത്രയും ഒരു ഇതായിട്ട് എന്താ പോകാൻ. അങ്ങനെ നെഗറ്റീവ് വന്നപ്പോൾ ഇവരെല്ലാവരും വന്നു. പിന്നെ വരുന്നത് എന്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ടല്ല, എന്റെ കുഞ്ഞിന്റെ കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ കൊച്ചിന് നെഗറ്റീവ് വരും, അത് അവർ സഹിക്കത്തില്ല. കൊച്ചിന് നെഗറ്റീവ് വരുന്നത് സഹിക്കത്തില്ല. അപ്പൊ വന്നു വീഡിയോ എടുത്ത് പോകുന്നു. വന്ന് നിൽക്കുമ്പോ ഇതാ പറയുന്നത്. അവിടെ എവിടെ നിന്നും മിണ്ടത്തില്ല കേട്ടോ. എന്റെ അടുത്തും സഹകരണമൊന്നുമില്ല. കൊച്ചു വീഡിയോ എടുക്കുന്ന കുഞ്ഞിന്റെ വീഡിയോ എടുക്കും. എന്ത് കുഞ്ഞിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. കുഞ്ഞിന്റെ വീഡിയോ എടുക്കും, കുഞ്ഞിനെ എടുക്കും. അപ്പോഴേ വീഡിയോ എടുത്ത് കഴിയുമ്പോൾ അവർ ആവശ്യം കഴിയുമ്പോൾ അപ്പോഴേ അവർ പോകും. എടേ എന്തോന്നടേ, എന്റെ അച്ഛനും അമ്മയും എന്റെ അനിയനും എന്റെ കുഞ്ഞിനെ കാണാൻ വരുന്നവരുടെ നെഗറ്റീവ് മാറ്റാൻ വേണ്ടിയിട്ട്, വെള്ള പൂശാൻ വേണ്ടിയിട്ട് നാട്ടുകാരെ മുമ്പിൽ ഇത്ര ചെയ്തിട്ട് ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി വീട്ടിലോട്ട് പോയിട്ടുണ്ട്. ഞാൻ അവിടെ ഇരുന്ന് അമ്മയോട് പറഞ്ഞു, അമ്മ ഇത്രയും ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന് ഓടിയിട്ടും നിങ്ങൾ ആരും എന്നെ വീട്ടിലോട്ട് വാങ്ങുന്നു അല്ലെങ്കിൽ കുഞ്ഞിനെ കൊണ്ട് മൃദുലയും കൊണ്ട് വരാമെന്ന് ഒരു വാക്കുകൾ വിളിച്ചിട്ടിരുന്നു. അപ്പൊ എന്റെ അമ്മ എനിക്കന്ന് മറുപടി എന്ന് പറയുന്നത്, അത് നിനക്ക് കുടുംബമായില്ലേ, വേറെ കുടുംബമായില്ലേ, പിന്നെ ഞാൻ നിന്നെ എന്തിനാ വിളിക്കുന്നേ, നിനക്ക് വേറൊരു കുടുംബമായില്ലേ, പിന്നെ ഞാൻ എന്തിനാ നിന്നെ വിളിക്കുന്നത്. അപ്പൊ ഞാൻ ആ വീട്ടിലോട്ട് വരുന്നവർക്ക് ഇഷ്ടമല്ല. ഞാൻ ഈ അൺലിസ്റ്റഡ് വീഡിയോ അയച്ചു കൊടുത്തപ്പോഴും അമ്മയ്ക്ക് പറയായിരുന്നു. കാരണം ഇതിൽ അമ്മ വിചാരിച്ചിരുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം ഇത്രയും വഷളാവത്തില്ല. കാരണം വീട്ടില് അവന് അവന് അങ്ങനെ ചിന്തിക്കാനുള്ളൊരു കഴിവില്ലായിരിക്കാം. അച്ഛന്റെ കാര്യം വിട്ടു, അല്ലെങ്കിൽ അമ്മ അത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം ഇത്രയും വഷളാവത്തില്ല. ഞാൻ ഒരുപാട് കോംപ്രമൈസ് എന്ന രീതിയിൽ ഞാൻ അമ്മയോട് സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ വേണമെങ്കിൽ പറഞ്ഞ അമ്മയ്ക്ക് ഇതൊന്നും സോൾട്ട് ചെയ്യായിരുന്നു ഉറപ്പായിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരിക്കലും നമ്മളെ കുടുംബം നാറത്തില്ലായിരുന്നു. അമ്മയ്ക്ക് സോൾട്ട് ചെയ്യായിരുന്നു ഈ പ്രശ്നങ്ങളെല്ലാം. അമ്മ പക്ഷെ ചെയ്തതെന്ന് പറയുന്നത് ഇത് കുറച്ചും കൂടി ഈ പ്രശ്നം അങ്ങ് മൂപ്പിച്ച് വിടുകയോ ചെയ്തു. ഈ അൺലിസ്റ്റഡ് വീഡിയോ ഞാൻ അയച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞത് എനിക്ക് പോയൊരു സ്ഥലമില്ല, അപ്പം എനിക്ക് വീഡിയോ ഇട്ടേ പറ്റത്തുള്ളൂ. ഞാൻ പ്രതീക്ഷ എന്താണെന്ന് പറയുമോ, നീ എന്തിനാ വീഡിയോ ഇടുന്നത്, നിനക്ക് ആര് പറഞ്ഞ അഡ്രസ്സിൽ നിന്ന്, നീ ഇങ്ങ് വാ എന്ന് പറയുമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ അമ്മ 2-3 വോയിസ് ഇട്ടായിരുന്നു. ആ വോയിസ് ഡിലീറ്റ് എവരെയും കൊടുത്തു. കാരണം ഞാൻ വീഡിയോ ചെയ്തിട്ട് അവർക്ക് അത് നെഗറ്റീവ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഡിലീറ്റ് എവരെയും കൊടുത്തു. എന്നാൽ ഞാൻ എൻ്റെ അടിയിൽ ഞാനൊരു അത് അതിന് മറുപടിയായിട്ട് ഞാൻ പറയുന്നുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ അവിടെ പ്ലേ ചെയ്യാം. കാരണം എന്നിട്ട് പോലും എന്നെ വിളിക്കുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് വിഷമമാണ്. കാരണം ഇത്രയും നാള് ഈ കുഞ്ഞ് അവിടെയല്ലേ വളരണ്ടേ, അവിടെയല്ലേ നിൽക്കണ്ടേ. എന്നാൽ കുഞ്ഞിനെ കൊണ്ട് വാന്നൊരു വാക്ക് ഏട്ടൻ്റെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്നെ ഇഷ്ടമല്ല, വേണേ എന്നെ കളഞ്ഞ ഏട്ടനെ കയറ്റുമായിരിക്കും. എനിക്ക് അറിയത്തില്ല അത് എന്താണെന്ന്. അങ്ങനെ പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് പേടിയായി. കാരണം ഞാൻ ലീഗലി പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവര് തെറ്റ് ചെയ്തിട്ടുണ്ട്, അവർ കുടുങ്ങും, വേറെ രീതിയിൽ അത് പോകും എന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അവർക്ക് പേടിയായി തുടങ്ങി. പിന്നെ മോനെന്നുള്ളത് ഒരു വെട്ടി മാറ്റി
ശത്രുവായി. അതുവരെ മോനെന്നില്ല, എന്നാലും ഞാൻ പറയുക, അത് മോനാണെങ്കിൽ ഒരിക്കലും ചെയ്യത്തില്ല. പിന്നെ അവരുടെ സൈഡ് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതവർ ചെയ്യാൻ നോക്കുക. പിന്നെ പറഞ്ഞുണ്ടാക്കി, കാരണം പിന്നെ എനിക്ക് വോയിസ് ഇടുക, അതായത് തെളിവുകൾ ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് വോയിസ് ഇടുക. കാരണം ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതവർ എഫക്റ്റീവ് ഉള്ളവരോട് നന്നായിട്ട് അറിയാം. കഥ സൃഷ്ടിക്കാൻ, സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി തുടങ്ങി. എനിക്ക് ഞാൻ ചില വോയിസുകളൊക്കെ കേട്ടിട്ട് ഇത് എന്തൊക്കെയാ പറയുന്നത്. കാരണം അവരിങ്ങനൊക്കെ ആ പ്രശ്നം ഇങ്ങനൊക്കെ ആയെന്ന് അമ്മ മനഃപൂർവ്വം ക്രിയേറ്റീവ് ഇത് പറയാ. ഞാൻ എവള് കൊച്ചുവിനെ കയറി പിടിച്ചു, അവന്റെ കൈക്കുഴ തെറ്റി, അവന് ആൾറെഡി കൈക്ക് വേദനയായിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തായിരുന്നു. അതിന്റെ മുന്നേ തന്നെ അവന് കൈക്ക് വേദന ഉണ്ടെന്ന് ഒരു ദിവസം നമ്മൾ രാത്രിയിൽ ഫുഡ് കഴിക്കാൻ പോയ ടൈമിൽ പറയുന്നുണ്ടായിരുന്നു. അന്ന് അവിടെ കിച്ചണിൽ വന്നിരുന്ന ടൈമിൽ ഏട്ടൻ മൈക്ക് എടുക്കാനൊക്കെ മേളിൽ പോയ സമയത്ത് ഞാൻ കേട്ടതാണ് 3 മണിക്കാണ് എടുത്തേക്കുന്ന അപ്പോയിന്റ്മെന്റ്, 3 മണിക്ക് പോയാൽ മതി, 3 മണിക്ക് അവിടെ നിൽക്കണം, 3 മണിക്ക് ഡോക്ടർ വരത്തുള്ളൂ എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടതാണ്. പക്ഷേ അന്ന് അവര് ഈ പ്രശ്നമെല്ലാം കഴിഞ്ഞ് അവരപ്പം തന്നെ പോയി, 3 പേരും പുറത്തു പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞത് അവന്റെ കൈക്കുഴ തെറ്റി, എക്സ്റേ എടുത്തു. കൈക്കുഴ തെറ്റിയവൻ 2 ദിവസം ഷോർട്സ് ഇട്ടായിരുന്നു. നിങ്ങൾ ആ ഷോർട്സ് കണ്ടാൽ മതി. നാരങ്ങ കമ്പിളിയാരങ്ങ ഊക്കിനെറിയുന്നത്, അത് ഞാൻ പറഞ്ഞുതരാം. കൈ അത് പൊട്ടിക്കുന്നത്. പിന്നെ അടുത്ത കാര്യം കൊച്ചുവിന്റെ അതൊക്കെ കൈക്കുഴ തെറ്റിച്ചു, അത് മൃദുല മാരകമായി അവിടെ പറയുന്നത് അറിയുമോ? ഞാൻ എന്തോ ബാഹുബലി എന്തോ, കാരണം ഞാൻ രണ്ടുപേരെയും പറന്നടിച്ചെന്നൊക്കെ അവര് പറയുന്നത്. എനിക്ക് അറിയത്തില്ല കേട്ടോ എന്താണ് പറയുന്നത്. ഞാൻ അത് പറയുന്നത് ഞാൻ അച്ഛനെ അടിച്ചെന്ന്. അടുത്ത വോയിസ് അവരിടുക, നീ നിന്റെ അച്ഛനെ തല്ലി, നീ നിന്റെ അച്ഛനെ അടിച്ചിട്ട് അച്ഛന്റെ പല്ലിളവിയെന്ന് എന്നാണ് എന്റെ അടുത്ത് പറയുന്നത്. ഗൈസ് സീരിയസ്ലി അവര് കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ്ലി ആശുപത്രി പോയിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛന്റെ പല്ല് ചിലപ്പോൾ ഇളവിയിട്ടുണ്ടായിരിക്കാം, അത് ഞാൻ അടിച്ചിട്ടായിരിക്കില്ല. അച്ഛൻ ഷമ്പു വയ്ക്കും നന്നായിട്ട്. ഷമ്പും ഈ മുറുക്കാനൊക്കെ ചവിച്ചാൽ അച്ഛൻ ആൾറെഡി പല്ലെല്ലാം പോയിരിക്കുകയാണ്. ആൾറെഡി അച്ഛൻ 2-3 വട്ടം പോയി പല്ലൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് അറിയത്തില്ല ഗൈസ്, എന്നെ അങ്ങനെ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഞാനൊരു ആൾറെഡി ഒരു ശത്രുവായിട്ട് അവർ ചെയ്തത്. പക്ഷെ ഇങ്ങനെ എൻ്റെ മേൽ ഇങ്ങനെ ഓരോ വോയിസ് ഒക്കെ ഇടുകയും ഇങ്ങനെയൊക്കെ അവർ ചെയ്യുമ്പോൾ കൂടുതൽ ഞാൻ ആരും അല്ലാണ്ടായിപ്പോയ ഒരു മൊമെന്റ് ആയിരുന്നു കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ക്ഷമിക്കാനും പൊറുക്കാനായിട്ട് നമ്മൾ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോഴാലും പറയും, നമുക്ക് പോകണ്ടേ, നമുക്ക് നമ്മുടെ റൂമിൽ നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട് പോകണ്ടേ, കാരണം നമുക്ക് പോകാൻ വേറെ ഒരു ഇടമില്ല. നമ്മുടെ മനസ്സിലെങ്ങനെ വാടകയ്ക്ക് പോകണമെന്നോ വേറെ വീട് എടുക്കണമെന്നോ അങ്ങനൊന്നും ഒരു ചിന്ത ആ ഹോസ്പിറ്റലിൽ നിന്ന് ടൈമിലൊന്നുമില്ല. കാരണം അവര് വരും, വീണ്ടും കുഞ്ഞാകുമ്പോൾ നമുക്ക് തന്നെ അറിയാം എത്രയോ ശത്രുതയുള്ള കുടുംബങ്ങളായിരിക്കും. ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ അത് കൂട്ടാവും, നമുക്കും അറിയാം കുഞ്ഞാകുമ്പോൾ കൂട്ടാവുമായിരിക്കും. ഇതെല്ലാം ക്ഷമിക്കാം, എന്നോട് നിന്നോട് ചെയ്തെല്ലാം നമുക്കങ്ങ് പൊറുക്കാം. കാരണം നാട്ടുകാർ കാണും, നാണം കേടും. നമുക്ക് വീഡിയോ എല്ലാവരും ഒന്നിച്ചുള്ള വീഡിയോ ഒക്കെ ഇടണ്ടേ, നാട്ടുകാർ അറിയത്തില്ലേ കുഞ്ഞു വന്ന സമയത്ത് എന്തിനാ പറയുന്നുള്ള രീതിയിൽ നമ്മൾ പോവാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. പക്ഷെ അവിടുന്ന് ആരും നമ്മളെ വിളിക്കുന്നില്ല. പറയുന്നുണ്ടല്ലോ ഇപ്പം ഇതിനകത്ത് വീഡിയോയില്. അതെ, കുഞ്ഞിനെ ആരും ഒന്നും പറയുന്നു. പക്ഷെ ആദ്യം പറഞ്ഞത് അത് ഞാൻ പിന്നാണ് അറിയുന്നത്, പക്ഷെ ആ അമ്മയാണ്. ഏട്ടൻ്റെ അടുത്ത് ഒരു ദിവസം താഴെ ഏട്ടൻ ഈ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പോയപ്പോ പറയാണ്, ഈ കുഞ്ഞു വയറ്റിലായതിനു ശേഷമാണ് നമ്മുടെ കുടുംബത്തില് പ്രശ്നം ഉണ്ടാവാൻ തുടങ്ങിയത്. എന്റെ അമ്മയാണോ? പക്ഷെ ഞാനത് അറിയുന്നില്ല. ഒരു ദിവസം ഏട്ടൻ താഴെ കയറുന്നത് നിർത്താതെ കരയാണ്. കരഞ്ഞിട്ട് എനിക്കിവിടെ പറ്റുന്നില്ല എന്ന് പറഞ്ഞത് നിർത്താതെ കരയാണ്. ഇപ്പൊ എന്തോ ഏതോ പ്രശ്നം എനിക്കറിയുന്നില്ല, ഞാൻ കൂടെ കരയാണ്, എന്തോന്ന് അറിയത്തില്ല. ഏട്ടൻ പറയുന്നത് നമുക്ക് ഇവിടുന്ന് പോകാം, നമുക്ക് ഇവിടുന്ന് ഒരു നിമിഷം പോലും നിൽക്കണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അന്ന് ആ ഒരു ദിവസം നമ്മൾ പുറത്തു പോയി റൂം എടുത്ത് താമസിച്ചു. അവിടെ നിന്നാണ് നമ്മൾ ഒരു ദിവസം സ്കാനിങ്ങിന് പോകുന്നത്. അതിന് മുന്നേ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ വന്നിട്ടാണ്, ഒരു പെണ്ണ് വന്ന് കയറിയ പിന്നാണ് അവരുടെ കുടുംബം നശിച്ചത്. അത് പിന്നെ എല്ലാവരും പറയുമല്ലോ, ഒരു വന്ന് കയറിയ പെണ്ണിന്റെ മണ്ടേ കൊണ്ടെങ്കിൽ ഇടുമല്ലോ. എത്രയൊക്കെ സഹിച്ച് ക്ഷമിച്ച് കൂടെ നിന്ന് പോയാലും അത് ആ പെണ്ണിന് ഉള്ള കുറ്റമാണ്. ശരി, അത് പറഞ്ഞോട്ടെ. പക്ഷെ ഈ കുഞ്ഞിനെ അങ്ങനെ അവർ പറഞ്ഞു എന്നുള്ളത് കേട്ടിട്ട് പിന്നെ കുഞ്ഞിനെ കാണാൻ വരുന്നത് എന്തിനാ? വീഡിയോ എടുക്കാൻ. അവന് വീഡിയോ എടുത്ത് അവന്റെ അക്കൗണ്ടിൽ ഇട്ട് അവനുള്ള നെഗറ്റീവ് കമന്റ് മാറ്റി അവന്റെ ഭാവി എന്തോ അവനെ മതി. ഈ കുഞ്ഞിനെ പോലും അവർക്ക് വേണ്ട. ഈ പിന്നെ കാണിക്കുന്നതൊക്കെ വെറും നാടകങ്ങളാ. ഞാനത് എങ്ങനെ പറഞ്ഞു തരേണ്ടത്? എങ്ങനെ സഹിക്കാൻ പറ്റും? ആ ഒരു കുഞ്ഞ് എന്റെ വയറ്റിൽ വന്നേ പിന്നാണ് അവരുടെ കുടുംബം നശിച്ചത്. അവരുടെ കുഞ്ഞല്ലേ, അവരുടെ കുടുംബത്തിലെ കുഞ്ഞല്ലേ, എങ്ങനെ പറയാൻ പറ്റുന്നെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇനി എങ്ങനെയാണ് അവിടെ പോകേണ്ടത്? ഇത്രയും വയലൻസ് ഉള്ള വീട്ടിൽ എന്റെ ഒരു കുഞ്ഞു എവിടെ ഒരിക്കലും സേഫ് അല്ല വീട്ടില്, പറ്റത്തില്ല. ഇത്രയൊക്കെ പോയിട്ട് നമ്മൾ ക്ഷമിച്ച് നമ്മളൊരു വാക്ക് പോലും പറഞ്ഞില്ല. നിങ്ങൾ തന്നെ കമന്റ് ഇടുന്നു, ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ പ്രവീൺ അങ്ങും തൊടാതെ ഒന്നും പറഞ്ഞില്ല, എന്നാ കൊച്ചു പറഞ്ഞു. അപ്പൊ കൊച്ചിന്റെ ഭാഗത്താണ് ന്യായം. അങ്ങും തൊടാതെ നമ്മൾ ഇത് എങ്ങനെ പറയും? ഇത് പറയേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ ആരെക്കുറിച്ച് ഒരു കുറ്റവും പറയാതെ അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കൊടുത്തത്. പക്ഷെ അവര് വന്ന് ചെയ്തതോ? അവര് വന്ന് എന്താ ചെയ്തത്? അപ്പൊ പിന്നെ നമുക്ക് ഇതെല്ലാം പറഞ്ഞല്ലേ പറ്റൂ. ഇതിനെതിരെ എന്തൊക്കെ നാടകങ്ങളാണ് ഇനി അടുത്ത് വരാൻ പോകുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഇതില്ല നിങ്ങളൊക്കെ കളിയാക്കി സീരിയല് പോലെ ഇങ്ങനെ പോകുമെന്ന്. സത്യമാണ്, നിങ്ങൾ പറയുന്നത് കറക്റ്റാ. കാരണം എവരിടുമ്പോൾ എനിക്ക് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞേ പറ്റൂ. ഇനി
സ്ക്രിപ്റ്റുകളൊക്കെ എഴുതിക്കോ. ഇപ്പോഴേ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പറയാനുള്ളതെന്ന് വെച്ചാൽ ആ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചോ. എന്നിട്ട് പോയി കരയുമ്പം അത് അമ്മയച്ഛനും കരയുമ്പം ആൾക്കാർ നല്ല കരയുന്നവരെ കൂടെ ഓക്കെ ആവും. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി അച്ഛനും അമ്മയും കരയിച്ചില്ലേ, ഞാൻ കരയിച്ചല്ലോ. കമന്റ് നമ്മൾ വായിക്കുന്നുണ്ട്, അവർ ആ വീഡിയോ ഇട്ടപ്പോ തൊട്ടുള്ള കമന്റ്സ് നമ്മൾ വായിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ അനുഭവിച്ച് ഓവർകം ചെയ്ത് ഫ്രണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഇനി വരാൻ പോകുന്ന ഒന്നും നമുക്കല്ല. കാരണം നമ്മൾ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അനുഭവിക്കുന്നതിന്റെ എക്സ്ട്രീം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി എന്ത് വന്നാലും ഒരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വീഡിയോ തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു സത്യമേ വിജയിക്കൂ, സത്യം മാത്രമേ വിജയിക്കൂ. ഇനി അതിനെ വന്നിരുന്ന് എന്തൊക്കെ കരഞ്ഞു മെഴുകി എന്ന് പറഞ്ഞാലും സത്യമേ വിജയിക്കൂ. അത് എനിക്ക് പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു മൈൻഡ് അവൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ വീട്ടിൽ നിന്നാൽ മതി. സീരിയസ്ലി എനിക്കിതെല്ലാം ക്ഷമിച്ച് ആ വീട്ടിൽ നിന്നാൽ മതി. എന്നിട്ട് അവരുടെ സന്തോഷമായിട്ട് വീഡിയോ കിട്ട് നിങ്ങളെ മുമ്പിലൊക്കെ ആക്ട് ചെയ്ത് കാര്യത്തിൽ എനിക്ക് അങ്ങനെ പോയാൽ മതി. നല്ല രീതിയിൽ ചാനൽ പോവുകയും ചെയ്യും. അങ്ങനെ നല്ല രീതിയിൽ പോവാം. അങ്ങനെയുള്ള എനിക്ക് അതെല്ലാം സഹിച്ചാൽ വീട്ടിൽ നിൽക്കുന്നതാണ് നല്ലത്. ചാനലിന് ഗ്രോത്ത് ഉണ്ടാവും, നല്ല രീതിയിൽ പോകും. പക്ഷെ ഇത് സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അവന് യൂട്യൂബിൽ വീഡിയോ ഇടാൻ താല്പര്യമില്ല. അവന് വീഡിയോ ഇതിന് പറയുന്നുണ്ടല്ലോ, വീഡിയോ വരുമാനം വേണ്ട, വീഡിയോ ഇടാൻ താല്പര്യമില്ല, ഒരു സമാധാനം മതി. അങ്ങനെയുള്ള ഒരാൾ എന്തിന് അവന്റെ അക്കൗണ്ടിൽ ആദ്യത്തെ വീഡിയോ തന്നെ ഇതാക്കി? അതിന് മുന്നേ കുറെ വീഡിയോസ് എടുത്തിട്ടുണ്ട്, വാഴ വെക്കാൻ പോകുന്നത്, ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ഇനി അതൊക്കെ ഇടുമെന്ന് എനിക്ക് അറിഞ്ഞിട്ടില്ല, കാരണം കുറെ പറഞ്ഞുകൊണ്ട് എടുത്തില്ല. കാരണം അവൻ ലൈറ്റ് വാങ്ങിക്കുന്നത്, അവൻ വീട്ടിൽ അന്ന പ്രശ്നം വന്നപ്പോൾ ഒരു ട്രൈപ്പോഡൊക്കെ അടിച്ച് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ അവൻ ലൈറ്റ് വാങ്ങാൻ പോകുന്നത് എല്ലാം അവൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വ്ലോഗ് എടുത്തിട്ടുണ്ട്. പക്ഷെ അവൻ മോണിറ്റൈസ് ആയതിന്റെ അന്ന് തന്നെ ഇങ്ങനൊരു വീഡിയോ ഇടണമെങ്കിൽ അവൻ ആ ചാനൽ വേണ്ട. ആരാണ് വരുമാനം വേണ്ടത്? എന്നെ ശാരീരികമായിട്ട് ഇനി എന്തെങ്കിലും ഉപദ്രവിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ഇനി ഈ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ. കാരണം അത്രയ്ക്കും വയലൻസ് ആണ് അവർ ഭയങ്കരമായിട്ടും മോനെന്നുള്ളോ അനിയനെന്നുള്ളോ യാതൊരുവിധ അറ്റാച്ച്മെന്റും ഇല്ലാത്ത വ്യക്തികളാണ്. ഇനി ഞാൻ ആ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ പോലും എനിക്കിനി ഒന്ന് സ്റ്റേഷനിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടേ, കാരണം അവിടെ ഒരുപാട് സാധനങ്ങൾ എൻ്റെ ഉണ്ട്, എനിക്കതൊക്കെ എടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്കവിടെ പോകുമ്പോൾ പോലും പ്രൊട്ടക്ഷൻ ഇല്ലാതെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം എന്നെ അവർ ഉപദ്രവിക്കും. ഇത്രയും ഉപദ്രവിച്ച് അവർ ഇനി എന്നെ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ എനിക്കിനി എന്ത് വന്നാലും അതിന് ഉത്തരവാദിത്വം എൻ്റെ അച്ഛനും എൻ്റെ അനിയനും ആണെന്ന് ഞാൻ പറഞ്ഞു നിർത്തുവാണ്. എന്നിട്ട് പോലും നമ്മുടെ ലൈഫിൽ ഇത്ര നാളായിട്ട് ഒരു സ്വസ്ഥത എന്ന് പറയുന്നൊരു സാധനമില്ല. അത് ഇവർ പുറകെ നടന്ന് ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വിടുമ്പോഴും ഇവരിങ്ങനെ നമ്മൾ പുറകെ നടന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കിത് ഇടാൻ വേണ്ടിയുള്ളൊരു ഗതികേട് വന്നത്. ഇല്ലെങ്കിൽ ഒരിക്കലും നമ്മളിത് ഇടത്തില്ലായിരുന്നു. കാരണം നമ്മൾ നിങ്ങൾക്ക് വേണ്ട, നമ്മളെ അടിച്ച് നമ്മളില്ലാമാക്കി നമ്മളെല്ലാം നമ്മളെ കളഞ്ഞു, എന്നാലും നമ്മളെ ജീവിക്കാൻ വിടും. എല്ലാരും ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നം. ഇപ്പൊ കൂട്ടുകാരായിക്കോട്ടെ, അല്ലാതെ പേഴ്സണലി വിളിച്ചു പറഞ്ഞിട്ടില്ല, ആരോടും നമ്മൾ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. മൃദുലയുടെ അമ്മയ്ക്കും അച്ഛനൊക്കെ അതിശയമായിരുന്നു എന്നെ ഇങ്ങനെ എന്റെ ശരീരമൊക്കെ കണ്ടിട്ട്. അവരും കരയുമായിരുന്നു എന്താണ് ഇങ്ങനെ ചെയ്തതെന്ന്. എന്നിട്ട് ഒരു മോൾക്ക് വന്നതല്ലേ, ആ അച്ഛനും അമ്മയും ഞാൻ പറഞ്ഞ് കൺവിൻസ് ചെയ്തു നിങ്ങൾ കേസൊന്നും പോവല്ലേ, ചോദിക്കല്ലേ. ഞാൻ അവരുടെ അടുത്ത് കൈകൂപ്പി. സീരിയസ്ലി ഈ ഒരു അവസ്ഥയിൽ വേണ്ട. കാരണം അവരുടെ മകളാണ്, അവരുടെ മകൾക്കാണ് ഈ ഒരു അവസ്ഥ വന്നത്. കഴിഞ്ഞിട്ട് എന്നെ ഒരു അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, കോൾ വിളിച്ചിട്ട് വളരെ അത് സത്യം പറഞ്ഞാൽ തെളിവുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അവർക്ക് പേടിയെത്തണം ഇവരുടെ കയ്യിൽ നിന്ന് പോകുന്ന കാര്യം. പിന്നെ അവർ വളരെ ഞാൻ ആലോചിക്കും ഇവരെന്തെങ്കിലും നാടകം കളിക്കുന്നത്. എന്നെ വിളിച്ച് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് മോനെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നുവെച്ചാൽ അവർക്കിത് റെക്കോർഡ് ചെയ്യണോ എന്തൊക്കെ ചെയ്യണം അതിനു വേണ്ടിയിട്ട് എന്നെ വിളിക്കുന്നത്. എനിക്കൊന്ന് മനസ്സിലാവും. കാരണം എൻ്റെ അച്ഛൻ നേരെ സംസാരിക്കുന്നതും നാടക രീതിയിൽ സംസാരിക്കുന്നതും എനിക്കറിയാം. ഞാൻ എന്നിട്ട് അവരുടെ തന്നെ പറഞ്ഞു നിങ്ങൾ നാടകം കളിക്കുന്നത്. എന്നിട്ട് ഇവൻ പറയാം എനിക്ക് മാനസിക രോഗമാണ്, എനിക്ക് കൗൺസിലിംഗ് കൊണ്ടുപോയി എന്നെ അടിച്ചവിടുന്ന് ഇറക്കി വിട്ടിട്ട് എന്നെ കൗൺസിലിംഗ് ഉണ്ട്. കാരണം അവരങ്ങനെയൊക്കെ അവർ വേറെ രീതിയിലൊക്കെ ആക്കി തീർക്കുക. അറിയത്തില്ല എന്തായാലും ഇതിടുമ്പോൾ എങ്ങനെ ആവുമെന്നോ ഏത് രീതിയിൽ പോകുമെന്നോ ഒന്നും എനിക്ക് അറിയത്തില്ല. ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് ആർക്കും വരാതിരിക്കട്ടെ. ആരും ചിലപ്പോൾ പലരുടെ ലൈഫിൽ വന്നിട്ടുള്ള കാര്യമായിരിക്കാം. എന്തായാലും ജീവിതം മുമ്പോട്ട് കിടക്കുകയാണ്, ജീവിച്ചേ പറ്റൂ. നമ്മളെ കാര്യം നോക്കി ഫ്രണ്ടിലോട്ട് പോകും. ഇതാണ് സത്യം. കണ്ണീര് വന്നെന്ന് പറഞ്ഞ് അതൊരിക്കലും സത്യമാവുന്നില്ല. ആദ്യത്തെ ടൈമിലൊക്കെ ഞാൻ നിങ്ങൾക്കറിയാം ക്രോപ്പ് ടോപ്സ് ഇടുമായിരുന്നു, ജീൻസും ക്രോപ്പ് ടോപ്പ് ഇടുമായിരുന്നു. അങ്ങനെ ഒരു ടോപ്പ് ഇട്ടാ പിന്നെ അച്ഛൻ എൻ്റെ അടുത്ത് മിണ്ടത്തില്ല. കൈയില്ലാത്ത ഇട്ട് കഴിഞ്ഞാൽ അച്ഛൻ മിണ്ടത്തില്ല, ഇടത്തില്ല. ഒരു ദിവസം ഒരു വീഡിയോയിലുണ്ടത്, ഞാൻ ഒരു ഡ്രസ് ഇട്ടിട്ട് വന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ സിനിമയ്ക്ക് പോവാണ്. ആ ഒരു ടൈമിൽ ഏട്ടന് കുഴപ്പമില്ല, ഏട്ടൻ പറഞ്ഞു ഇട്ടോന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു ഇതിടരുത്, ഇതിടാൻ പറ്റത്തില്ല, ഈ വീട്ടിൽ ഇതിടാൻ പറ്റത്തില്ല, ഇതിട്ടുകൊണ്ട് പോകാനും പറ്റത്തില്ല. അതിന് ഒരു കുഴപ്പമില്ല, നിങ്ങൾക്കറിയാം ഞാൻ എങ്ങനത്തെ ഡ്രസ്സ് വേഷമൊക്കെയാണ് ധരിക്കുന്നത്. അതൊക്കെ അവരവരുടെ സ്വാതന്ത്ര്യമില്ലടെ. ഒരു വസ്ത്രം ധരിക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാന്ന് വെച്ചാൽ പിന്നെ അവരുടെ അടുത്ത് ദേഷ്യം, എന്റെ അടുത്തും ദേഷ്യം, അച്ഛനും അമ്മയും വേണ്ടത്. അതുകൊണ്ട് ഞാൻ അതില് വീഡിയോ എന്തിനാ എനിക്ക് വഴക്കിന് വേണ്ട, എനിക്ക് വഴക്ക് വേണ്ട, കുടുംബം നല്ല രീതിക്ക് പോയാൽ മതി. അതുകൊണ്ട് ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ടാണ് ഞാൻ പിന്നെ പുറത്തു പോയത്. ഇപ്പൊ എന്റെ അമ്മയായാലും എന്റെ അച്ഛനായാലും ചോദിക്കുന്നത്, ചേച്ചിയായാലും ചോദിക്കുന്നത്
എന്നെ അറിയാലോ അവർക്ക്. നീ അതിനു വേണ്ടി എന്ത് ചെയ്താ വീട്ടില്? നിന്നോട് എന്താ അവർക്ക് ഇത്ര വെറുപ്പ്? നിന്നോട് എന്താ അവർക്ക് ഇത്ര ദേഷ്യം എന്നാണ് എന്നോട് ചോദിച്ചത്. എനിക്ക് അറിയത്തില്ല. മൃദുലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ എന്നെ കല്യാണം കഴിപ്പിക്കില്ലായിരുന്നു. അതാണ് എനിക്ക് എൻ്റെ അച്ഛനമ്മയുടെ അടുത്ത് പറയാനുള്ളത്. അവളെ ഇഷ്ടമല്ലായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കല്യാണം കഴിപ്പിക്കില്ലായിരുന്നു. നമ്മൾ അന്നേ നമ്മളെങ്ങോട്ടേലും നമ്മളെ ജീവിതം നോക്കി പോയാനെ. എന്നെ ആ വീട്ടിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഓപ്പൺലി പറയാണ്, വേറെ ഒരു പെണ്ണും ഈ വന്ന കാലത്ത് ഒരു പെണ്ണ് ഇത്രയും സഹിച്ച് ക്ഷമിച്ച് അവിടെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതോ ഇനി വേറൊരു പെണ്ണ് വന്ന അവളുടെ അടുത്ത് ഇങ്ങനെ അഭിനയിച്ച് കൂടെ നിൽക്കുമെന്നോ എന്തോ എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇന്നേ വരെ ഞാൻ ഒരു തെറ്റ് പോലും ചെയ്യാതെ എന്നെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഇനി ഒരു പെണ്ണിനും ആ വീട്ടിൽ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവര് ഇങ്ങനെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് ആദ്യം എനിക്ക് വിഷമത്തിനെക്കാട്ടി ഇത് തോന്നിയത്, ഇവരെന്തിനു ഈ വീഡിയോ ചെയ്തു? ഇവർക്ക് അറിയത്തില്ലേ ഈ വീഡിയോ ഇടുമ്പോൾ ഞാൻ സത്യങ്ങൾ വിളിച്ച് പറയുന്നുള്ള കാര്യം ഇവർക്ക് അറിയത്തില്ലേ? എന്തിനു ഈ വീഡിയോ ചെയ്തു? അതാണ് എനിക്ക് അത്ര ബുദ്ധിമോശം അവരുടെ ഭാഗത്തുനിന്ന് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. എന്നിട്ടും അന്നൊരു ദിവസം ഈ വീഡിയോ ഒക്കെ ചെയ്തു വെച്ചിട്ടാണ് ഓരോ സേട്ടൻ വിളിച്ച് കൊച്ചു കരയുന്ന ടൈമിൽ എന്റെ അടുത്ത് പറഞ്ഞു, അവൻ തന്നെ പറഞ്ഞു ഇപ്പൊ ഡെയിലി കുടിക്കുന്നുണ്ട് അവൻ, എങ്കിലും വേറെ കൂട്ടുകാരോടെ പുറത്ത് പോകുന്നു. അവൻ പറയുന്നത് പുറത്തൊന്നും പോകുന്നില്ല. അവൻ തന്നെയാണ് ഏട്ടനോട് പറഞ്ഞത് ഞങ്ങൾ വേറെ ഓഫ് റോഡൊക്കെ പോകുന്നുണ്ട്, ട്രാവൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ വീഡിയോയിൽ കാണാത്തതാണ്. അവൻ പോകുന്നൊക്കെ ഉണ്ട്. അവൻ മനഃപൂർവ്വം സെന്റിമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ചീപ്പ് നാടകം നടത്തിയിട്ടുണ്ടെങ്കിൽ വളരെ മോശമായിട്ടുണ്ട്. എന്നിട്ട് അത് വിശ്വസിച്ച് എന്റെ അടുത്ത് പറയാണ്, അവനെ ഞാൻ ഒരിക്കലും നശിക്കാൻ വിടത്തില്ല, അവൻ എന്റെ അനിയൻ, അവൻ ഇനി എന്നോട് എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അവനെ ഞാൻ നശിക്കാൻ വിടത്തില്ല, അവനെ ഞാൻ കൂടെ നിർത്തും, എന്ത് വന്നാലും ഞാൻ അവനെ കൂടെ നിർത്തി എന്റെ ഇതായാൽ പോലും ഞാൻ അവന്റെ ഭാവി നേരെയാക്കി കൊടുക്കും എന്ന് എന്റെ അടുത്ത് പറഞ്ഞ ആളാണ് പിറ്റേന്ന് താണ്ട് ആ വീഡിയോ കാണുന്നത്. അപ്പൊ എന്തായാലും ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നിങ്ങൾക്ക് ഇതിലെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ എത്രത്തോളം പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് അറിയില്ല. കാരണം ഏട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്താണ് പറയുന്നത് നമുക്കും അറിയാൻ വയ്യ, എവിടെ തുടങ്ങണം എന്തൊക്കെ പറയണോന്ന് പോലും അറിയാൻ വയ്യാത്ത അവസ്ഥ. നമ്മൾ മുമ്പോട്ട് തന്നെ പോകും. നമ്മളെ കാര്യങ്ങൾ നോക്കി മുമ്പോട്ട് തന്നെ പോകും. ഇനി നമ്മളെ ബാക്കിൽ നടന്ന് നമ്മളെ ജീവിക്കാൻ വിടാതെ, അല്ലാതെ എൻ്റെ മേൽ അടിക്കാനും പിടിക്കാനും എൻ്റെ ജീവിതം നോക്കി ഞാൻ പോവുകയാണ്. ഞാൻ നിങ്ങളതിൽ ഒന്നിനും വരുന്നില്ല. അപ്പോൾ എന്നെ വെറുതെ വിടുക, എന്നെ എൻ്റെ വഴിക്ക് വിടുക. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്നെയും കുഞ്ഞിനെയും മൃദുലയും നമ്മൾ ജീവിച്ചു പൊക്കോട്ടെ, നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ. ഉപദ്രവിക്കരുത്, സഹായിച്ചില്ലെങ്കിൽ ഉപദ്രവിക്കരുത്. അത് ഞാൻ എൻ്റെ അമ്മയുടെ അച്ഛനടുത്ത് അനിയൻ്റെ അടുത്ത് പറയാം.